بسم الله الرحمن الرحيم. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിച്ചു മരിക്കാൻ നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി വളരെ ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൻ്റെ പദവിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാരുടെയും സ്വഹാബാക്കളുടെയും കൂടെ കുടുംബസമേതം ഒരുമിച്ച് പ്രവേശിക്കുവാനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ദീനിനെ കേൾക്കുവാനുള്ള അവസരം നമ്മളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നൽകുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ്. നമ്മൾ മനസ്സിലാക്കിയവരാണ്. മഹാനായ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വാചകത്തെ ആമുഖമായി ഉണർത്തി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ദുനിയാവിൻ്റെ ഖൈറിനെ കൊതിക്കുന്നുവെങ്കിൽ ഫഅലൈഹിൽ ഖുർആൻ, അവൻ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ച് അത് പഠിച്ച്
ജീവിതത്തിൽ പകർത്തി ജീവിക്കട്ടെ എന്നാണ്. അപ്പൊ ഇഹലോകത്തെ നന്മകൾ നമുക്ക് ആവശ്യമെങ്കിൽ, ഈ ലോകത്തെ നന്മകൾ നമുക്ക് ആവശ്യമെങ്കിൽ ഖുർആനാണ് അതിന്റെ ഏറ്റവും വലിയ മാർഗം. വമൻ തൊലബൽ ആഖിറ, ആരെങ്കിലും പരലോകത്തിനാണ് അന്വേഷിക്കുന്നതെങ്കിൽ, പരലോകത്തെ ഖൈറിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, അഫഅലൈഹിൽ ഖുർആൻ, അവനും വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കട്ടെ എന്നാണ്. എന്നിട്ട് പണ്ഡിതൻ വീണ്ടും പറഞ്ഞു, വമൻ തൊലബ ഖൈറൈ ദുനിയ വൽ ആഖിറ, ഇഹപര ജീവിതത്തിന്റെ നന്മകളെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഖുർആനിനെ മുറുകെ പിടിക്കട്ടെ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ സകല നന്മകളുടെയും ആധാരം പരിശുദ്ധ ഖുർആനിനനുസരിച്ചുള്ള ജീവിതമാണ്, അത് പഠിക്കലാണ്. അത്തരത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അതിന്റെ ആശയവും പകർന്നു തരുന്ന ഒരു സദസ്സിലാണ് അൽഹംദുലില്ലാ നമുക്ക് എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് പരിപൂർണാർത്ഥത്തിൽ ഈ സദസ്സിന്റെ എല്ലാ ഖൈറുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ മുസ്ലിം എന്നതിൽ നമ്മൾ ടിക്ക് ചെയ്യാറുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ഐഡന്റിറ്റി നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്നതാണ്. എന്നാൽ അറബിയിൽ അസ്ലമ ഷൈ, ഒരു വസ്തുവിനെ നമ്മൾ ഏൽപ്പിച്ചു, അതല്ലെങ്കിൽ കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അസ്ലമ ഷൈ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് ആ പ്രയോഗം അറബിയിൽ പ്രയോഗിക്കുക. അപ്പൊ എന്താണ് മുസ്ലിം? എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മൾ ആ പേരിന് അർഹനാവുന്നത് എപ്പോഴാണ്? അവിടെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 162 നമ്മളോട് പറഞ്ഞു തന്നു, നബിയെ പറഞ്ഞു കൊടുക്കും, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എന്റെ നിസ്കാരവും എന്റെ നേർച്ചയും എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ സർക്കാരിനാണ്. ഈ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ മുസ്ലിമാക്കുന്നത്. നമ്മുടെ ജീവിതവും മരണവും സമ്പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന് നൽകുന്നവരായിരിക്കണം നമ്മൾ. അപ്പൊ ജീവിതവും മരണവും എന്നാൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള സർവ്വ നിമിഷങ്ങളും സർവ്വകാര്യങ്ങളും റഹ്മാനായ റബ്ബിന് സമർപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സമർപ്പിച്ചവരാണ്. പേര് കൊണ്ട് നമ്മൾ അത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി കൊണ്ട് നമ്മൾ സമർപ്പിച്ചവരാണോ എന്ന ഒരു പഠനമാണ്, ഒരു വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത്. പേരുകൊണ്ട് നമ്മൾ എല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഞാനും നിങ്ങളുമൊക്കെ പേരുകൊണ്ട് സമർപ്പിച്ചവരാണ്. എന്നാൽ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാം മുസ്ലിമാണോ എന്ന വിലയിരുത്തൽ വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബ് എന്തൊരു കാര്യം നമ്മളോട് പറഞ്ഞാലും അത് നമ്മൾ അനുസരിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 65 അല്ലാഹു പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിങ്ങൾക്കിടയിലുള്ള എല്ലാ ചർച്ചകളിലും എല്ലാ വിഷയങ്ങളിലും റഹ്മാനായ റബ്ബ് പറയാൻ, അള്ളാന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞു തന്നാൽ, അള്ളയും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ തീരുമാനത്തെ സ്വീകരിക്കുന്നതിൽ ഒരു മനപ്രയാസം ഉണ്ടാകാൻ പറ്റില്ല. അതിന് കീഴൊതുങ്ങുക എന്നതാണ് മുസ്ലിമിന്റെ സ്വഭാവം. അപ്പൊ അള്ളാഹ് എന്തു പറഞ്ഞാലും അത് അനുസരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. നമുക്ക് സ്വന്തമായി അവിടെ ഒരു തീരുമാനമില്ല. ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തു അഹ്സാബിന്റെ 36-ാമത്തെ ആയത്തിനെ എടുത്തു കൊടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മുഅ്മിനിനെ ഈമാൻ എന്ന വസ്ഫ്, ഈമാൻ എന്ന സിഫത്ത് അവരിൽ നിലനിൽക്കണമെങ്കിൽ, വിശേഷണം അവരിൽ നിലനിൽക്കണമെങ്കിൽ ഈ ഒരു ആയത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതാണ് ആയത്ത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ
أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അല്ലാഹുവും റസൂലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പിന്നീട് സെലക്ഷൻ സ്വാതന്ത്ര്യമില്ല എന്നാണ്, ചോയ്സ് ഇല്ല. അല്ലാഹുവും റസൂലും നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് ചോയ്സ് ഇല്ല, ചെയ്യണോ ചെയ്യണ്ടേ എന്ന സ്വഭാവം നമുക്ക് പറ്റില്ല. അള്ളയാണ് ഇങ്ങനെ ഒരു കാരണം പറഞ്ഞത്, അള്ളയാണെന്ന് കേട്ടാൽ വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് നമ്മളോട് ഇന്ന വിഷയം പറയുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അഫ്അൽ അം ലാ അഫ്അൽ, ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ എന്ന ചർച്ചക്ക് ഈമാൻ ഉള്ളവർക്ക് ഒരിക്കലും വകുപ്പില്ല. ഈമാൻ എന്ന വസ്തു, ആ വിശേഷണം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ അതിനെ പൂർണ്ണമായി സ്വീകരിക്കുകയല്ലാതെ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊരു ചർച്ചക്ക് നമുക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇപ്പോ നമുക്കൊരു ഖുതുബയിൽ നിന്നൊരു കാര്യം കേട്ടു, അള്ളാഹുവിന്റെ ദീനിൽ നമ്മുടെ സ്വഭാവത്തിൽ ഈ കാര്യം വേണം, അതല്ലെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടു നമ്മുടെ ഒരു സ്വഭാവപരമായി അതല്ലെങ്കിൽ നമ്മുടെ കർമ്മപരമായ രീതിയിൽ ഈ കാര്യം അന്ന് പഠിപ്പിച്ചതാണ് എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പൊ നമ്മൾ ഉടനടി അത് ചെയ്യുകയല്ലാതെ ഇനിയിപ്പോ അത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന ചർച്ച ചെയ്യാനാണെന്നറിയോ? ഇച്ഛയെ ഇലാഹായി സ്വീകരിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയയുടെ 23-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ദേഹേച്ഛകളെ ഇലാഹായി സ്വീകരിച്ചവരെ നീ കണ്ടില്ലയോ? സ്വന്തം ഇഷ്ടത്തെ ആരാധ്യനായി ആ അല്ലാഹുവായി സ്വീകരിച്ചു കുറിച്ചാൽ സ്വന്തം ഇഷ്ടമാണ് അവന്റെ ദൈവം, സ്വന്തം ഇച്ഛകളാണ് അവന്റെ തീരുമാനം. അല്ലെ, ലിബറലിസം എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു വകുപ്പാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം തീരുമാനങ്ങളാണ് നമുക്ക് വലുതെങ്കിൽ നമ്മൾ എന്തിനാ മുഅ്മിൻ എന്ന പേര്, നമുക്ക് എന്ത് അർഹതയാണുള്ളത് ഈ മുസ്ലിം എന്ന പേരിന്? ഞാൻ പറഞ്ഞു, മുസ്ലിം എന്ന് പറഞ്ഞാൽ കൊടുത്തവൻ എന്നാണ്. എന്ത് കൊടുത്തവൻ? മഹ്യായ വ മമാതി, എന്റെ ജീവിതവും മരണവും ഞാൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹ് പറഞ്ഞതിനെ എല്ലാം നമ്മൾ ശിരസ വഹിക്കണം. അള്ളാഹ് പറഞ്ഞ ഒരു കാര്യത്തെയും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ പിന്നെ എന്താ നമ്മൾ കൊടുത്തത്? അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ചില ആയത്തുകളാണ് സൂറത്തു നിസായിലെ 65-ഉം സൂറത്തു അഹ്സാബിലെ 36-ഉം സൂറത്തു ജാസിയയിലെ 23-ഉം. ഈ 3 ആയത്തുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. അത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെടുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം? എപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മുസ്ലിമായി മാറുന്നത്? അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലൂടെ 131-ാമത്തെ ആയത്തിൽ നമുക്ക് പറഞ്ഞു തന്നു ഇബ്രാഹിം നബിയെ കുറിച്ച്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയാം, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഓ ഇബ്രാഹിം താങ്കൾ കീഴൊതുങ്ങണം, മുസ്ലിമാവണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നിനക്കിതാ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അവിടെ ശങ്കിച്ചില്ല, അവിടെ ആലോചിച്ചില്ല, ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ ഭൗതികമായി വരുന്ന നഷ്ടത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല, അതല്ലെങ്കിൽ സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഏൽക്കുന്ന വിമർശനങ്ങളെ കുറിച്ച് ആലോചിച്ച് പിന്നീട് ചിന്തിച്ച് ദിവസങ്ങൾക്കപ്പുറത്തല്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, മറിച്ച് അസ്ലിം എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ഫൗരിയായി എന്ന ആ നിമിഷത്തിൽ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കീഴൊതുങ്ങി. ആ കീഴൊതുക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ. ആ കീഴൊതുക്കമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഉമ്മത്താക്കി മാറ്റിയത്, ഒരു സമുദായമാക്കി മാറ്റിയത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കീഴൊതുക്കമാണ് ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു വിശദമായി ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കീഴൊതുക്കം കൊണ്ടാണ് ഖലീലുള്ള എന്ന പേരിന് ഇബ്രാഹിം നബി അർഹനായത്. സഹോദരങ്ങളെ, എന്തായിരുന്നു ആ കീഴൊതുക്കം? നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം മകനെ അറക്കണമെന്ന് പറഞ്ഞപ്പോ അതിനും തയ്യാറായി. അതാണ് മുസ്ലിം. അല്ലാഹു പറഞ്ഞു, കാലങ്ങൾക്കപ്പുറത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വയോവൃദ്ധനായ അവസ്ഥയിൽ തനിക്ക് താങ്ങും തണലുമായി തന്റെ കൂടെ ഉണ്ടാകും, തന്നെ പരിപാലിക്കാനും തനിക്ക് കൂടെ നിൽക്കാനും
ഒരു മകനുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ഒരു കുഞ്ഞിക്കാലുണ്ടായി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ കൂടെ നടക്കാൻ മാത്രം പ്രായത്തിലേക്ക്, തനിക്ക് താങ്ങാകുമെന്ന് തോന്നുന്ന പ്രായത്തിലേക്ക് ഇസ്മായിൽ നബി വളർന്നു വന്നപ്പോ അല്ലാഹ് പറയാൻ, ഇബ്രാഹിം അവനെ അറുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല, അല്ലേ? അവിടെ ആലോചിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹ് പറഞ്ഞതിനെ ഉടനെ നിറവേറ്റാൻ, നടപ്പിലാക്കാൻ മുന്നോട്ട് ഇറങ്ങാൻ. ഞാൻ വൃദ്ധനായാൽ എനിക്ക് കൂടുതലുള്ളത് ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചില്ല. എന്റെ ജീവിതത്തിൽ എനിക്കൊരു താങ്ങായി നിൽക്കുന്നത് ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്നൊന്നും ആലോചിക്കുന്നില്ല. അല്ലാഹ് പറഞ്ഞത് എന്താ? ഓ ഇബ്രാഹിം, ഇസ്മാഈലിനെ നീ അറുക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പൊന്നുമോനെ കൊണ്ടുപോയി അറുക്കാൻ കഴുത്തിലേക്ക് കൈവെക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇബ്രാഹിം, ഈ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു എന്ന്. അതാണ് മുസ്ലിം. എത്ര വലിയ കൽപ്പനകളാണെങ്കിലും നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ ആലോചിക്കാനോ അത് ഇറക്കാൻ, ഒരു മധുരമുള്ള അനുഭവമായി ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റാതിരുന്നാലും അല്ലാഹ് പറഞ്ഞതാണോ എങ്കിൽ ഞാൻ അനുസരിക്കും. അത് എത്ര വലിയ ത്യാഗമായിരുന്നാലും ഞാൻ അനുസരിക്കും എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ യഥാർത്ഥ മുസ്ലിമാകും. അവിടെ ഇസ്മായിൽ എന്ന നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒരു മുസ്ലിമിനെ കൂടെ നമുക്ക് കാണാം. എന്താ പറഞ്ഞത്? ഉപ്പയോട് പറയാണ്, യാ അബതി ഫഅൽ മാ തുമർ. അല്ലാഹ് പറഞ്ഞതാണോ എങ്കിൽ താങ്കൾ അറുത്തുകൊള്ളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഷമാലുകളുടെ കൂട്ടത്തിൽ എന്നെ താങ്കൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ്. സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു, അല്ലെ? ഒരു ചെറുപ്രായത്തിലുള്ള മകന്റെ ഇസ്ലാമിയത, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മുസ്ലിം നമ്മുടെ മുമ്പിൽ വലിയ മാതൃകയായി നിൽക്കുന്ന രണ്ട് മുസ്ലിമീങ്ങൾ. നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം എന്ന് പറഞ്ഞ ആ മൂന്ന് അക്ഷരങ്ങൾ നമ്മളിലുമുണ്ട്. ആ മൂന്ന് അക്ഷരം കൊണ്ട് അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളും മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരാണ്. പക്ഷേ ലോകത്തിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന കൽപ്പനകളെ നമുക്ക് എത്ര ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നുണ്ട്? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 208 എന്ന് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ പരിപൂർണമായി മുസ്ലിമീങ്ങളാകുക, ഓരത്ത് നടക്കുകയല്ല, അതിനുള്ളിലേക്ക് പ്രവേശിക്കുമെന്ന. ഓരോരത്ത് കൂടെ ഇസ്ലാമിന്റെ പേരും വെച്ച് ഇങ്ങനെ നടക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് പരിപൂർണമായി സ്വീകരിക്കുന്നവരായി മാറണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ സമിഅത, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയാളം നിങ്ങൾ കേട്ടാൽ ഫർഇ സമഅക, നിന്റെ കേൾവി അതിലേക്ക് തിരിക്കണം. വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വെച്ച് തുടങ്ങുന്ന ആയത്തുകൾ ഉണ്ടെങ്കിൽ നന്നായി കേൾക്കണമെന്നാണ്. കാരണം ഫഇന്നഹു ഖൈറുൻ യഅ്മുറു ബിഹി, ഒരുപക്ഷേ അല്ലാഹ് പറയുന്ന ഏറ്റവും വലിയ ഖൈറായ കാര്യമായിരിക്കും നിനക്ക് കൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഉശറുൻ യൻഹാ, അതല്ലെങ്കിൽ റഹ്മാനായ റബ്ബ് നിന്നിൽ നിന്ന് വിരോധിക്കുന്ന ഒരു വലിയ ശർറായിരിക്കും നിനക്ക് ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നതിന് ശേഷം വന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കി. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും ഖൈറായ കാര്യങ്ങളാണ് റഹ്മാനായ റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്നാണ് പറഞ്ഞത്. കാഫ മുഫസ്സിറുകൾ അതിനെ അടിവരയിട്ട് പറയുന്നുണ്ട്. കാഫ എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കിക്കൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇസ്ലാം എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ടോ, ഇസ്ലാം എന്തെല്ലാം നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ടോ, എന്തെല്ലാം നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നുണ്ടോ, അത് പൂർണ്ണമായും ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് പറ്റണം. അതല്ലാതെ ഒന്നെടുത്ത് മറ്റൊന്ന് ഒഴിവാക്കുന്ന സ്വഭാവം ജൂതന്റെ സ്വഭാവമാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാരുടെ ഒരു സ്വഭാവമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ വേദഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം സ്വീകരിക്കുകയും മറ്റൊരു ഭാഗം തള്ളിക്കളയുകയും ചെയ്യാമെന്നാണ്. ഇത് ജൂതന്റെ സ്വഭാവം. ഇമാം അൽബാനിയെ പോലുള്ള ആളുകൾ, അതേപോലെ തന്നെ ഇമാം സഅദിയെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ അമാനി മൗലവിയുടെ തഫ്സീറിൽ തന്നെ അദ്ദേഹം ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. നിസ്കാരം ചെയ്യും, സക്കാത്ത് കൊടുക്കൂല. നിസ്കാരമുണ്ട്, അതേപോലെ തന്നെ ബാക്കി നോമ്പൊക്കെ ഉണ്ട്, പക്ഷെ സക്കാത്ത് കൊടുക്കൂല. ഇതാണ്
വേദഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം സ്വീകരിക്കുകയും മറ്റൊരു ഭാഗം ഒഴിവാക്കുന്നവരുമാണ് എന്ന് പറഞ്ഞാൽ എന്നാ. അപ്പൊ സഹോദരങ്ങൾക്ക് ജൂതന്മാർക്ക് മാത്രമുള്ള വിഷയമല്ല. വിശുദ്ധ ഖുർആനിൽ എന്തൊരു ആയത്തുണ്ടോ അത് നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതല്ലാതെ വെറുതെ ഒരു ആയത്തും അതിലില്ല. കേവലം ചരിത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തെ നശിപ്പിച്ചതിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല. അങ്ങനെ ചരിത്രങ്ങളിലൂടെ എന്തെങ്കിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുസ്ലിമിന്റെ ജീവിതത്തിൽ അനിവാര്യമായി അവൻ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളായിരിക്കും. അതുപോലെ ജൂത വിഭാഗത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നമുക്ക് പാഠങ്ങളുണ്ട്. ജൂതന്മാർ അവരുടെ വേദഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം സ്വീകരിക്കുകയും മറുഭാഗം തള്ളിക്കളയുകയും ചെയ്തുവെങ്കിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ പരിപൂർണമായും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സ്വഭാവമായി പറഞ്ഞു സൂറത്തു അന്നൂറിലെ 51 52 ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ട് പറഞ്ഞാൽ എന്താ? ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വ അതഅനാ. വിശ്വാസികളുടെ വാക്ക് എന്തായിരിക്കും? അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഒക്കെ ക്ഷണിക്കപ്പെടുമ്പോൾ അവരുടെ വാക്ക് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നാണ്. ഇതാണോ നമ്മുടെ നിലപാട്? നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ഒരു കാര്യം കേട്ടു, അതല്ലെങ്കിൽ വിജ്ഞാന വൈദികളിൽ നിന്ന് കുത്തുബകളിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടു, അതിപ്പോ ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് ബോധ്യം വന്നു. എന്നിട്ട് നമ്മളത് കേട്ട പാട് പടച്ചോനഞ്ഞില്ല, ഞാൻ കേട്ടു പഠിച്ചു, എന്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാവും, അനുസരിച്ചു. ഈ നിലപാടാണോ നമുക്കുള്ളത്? എങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. അതല്ല കേൾക്കാനൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് കൊണ്ടുവന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും? അപ്പൊ എന്റെ ബിസിനസിനെ എങ്ങനെ ബാധിക്കും? എന്റെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കും? അതുപോലെ എന്റെ ജീവിതത്തിൽ മറ്റു തലങ്ങളിലൊക്കെ എങ്ങനെ ബാധിക്കും? ഇങ്ങനെയല്ല. ഇസ്ലാം ഒരു നിർദ്ദേശം പറഞ്ഞാൽ ആര് തന്നെ നമുക്കെതിരായാലും, നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടായാലും നഷ്ടം ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശം നമ്മൾ പാലിച്ചതുകൊണ്ട് നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ തോന്നുന്ന നഷ്ടമാണ്, പക്ഷെ പ്രിയപ്പെട്ടവർ ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ നഷ്ടങ്ങൾ നമുക്ക് തോന്നിയാലും പരിപൂർണമായി ആ കൽപ്പനകളെ സ്വീകരിക്കുമ്പോഴാണ് നമ്മളൊരു മുഅ്മിനാവുക, മുസ്ലിം ആവുക. അപ്പൊ എന്താ മുഅ്മിനീങ്ങളുടെ വാക്ക്? സമിഅനാ വ അതഅനാ. എന്താണ് മുസ്ലിമിന്റെ വാക്ക്? സമിഅനാ, ഞങ്ങൾ കേട്ടു, അല്ലാഹ് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ കേട്ടു, അതഅനാ, ഞാൻ അനുസരിച്ചു. ഈ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്നത്. എത്രയോ ചരിത്രങ്ങൾ. ആധുനിക പണ്ഡിതനായ ഷെയ്ഖ് റസ്ലാൻ അദ്ദേഹത്തിന്റെ ഒരു ചെറു ഗ്രന്ഥം തന്നെയുണ്ട്, അഹ്ലുൽ ഇസ്തിജാബ എന്ന് പറയുന്ന. സ്വഹാബാക്കൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന് മറുപടി നൽകിയത്, അവർ ഉത്തരം കൊടുത്തത്, അവരോട് ഒരു കാര്യം വേണ്ട എന്ന് പറയുമ്പോൾ അവർ മാറ്റിവെച്ചത്. നോക്കൂ നിങ്ങൾ, വിശന്ന് പൊരിയുന്ന സമയത്ത് വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സ്വഹാബത്ത്. അപ്പൊ നാട്ടുകഴുതയുടെ മാംസം അവരിങ്ങനെ വേവിച്ച് കറിയാക്കിയിട്ടുണ്ട്. നാട്ടുകഴുതയുടെ മാംസം അപ്പൊ അതിങ്ങനെ വേവിച്ച് കറിയാക്കി അതിന്റെ മണങ്ങനെ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, വിശന്നിരിക്കുന്ന സമയമാണ്, സ്വഹാബാക്കൾക്ക് ആകെ മുമ്പിലുള്ളത് ഈ ഒരു മാംസമാണ്. അതാണെങ്കിൽ പാചകം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെ വെന്ത് അതിന്റെ മണം അവർക്ക് മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്താണ് ഒരാൾ വന്ന് പറഞ്ഞു, അള്ളാന്റെ റസൂല് ലഹ്മുൽ ഹുമുരിൽ അഹ്ലിയ, നാട്ടുകഴുതയുടെ മാംസത്തെ ഹറാമാക്കിയിട്ടുണ്ട്, കഴിക്കാൻ പറ്റില്ല. സ്വഹാബത്ത് എന്താ പറഞ്ഞത്? അഞ്ഞു മുതൽ ഏതായാലും ഇപ്പൊ ഇന്ന് വെന്തതണ്ട് തിന്ന, നാളെ മുതൽ ഒഴിവാക്കുക. അങ്ങനല്ല. സ്വഹാബികൾ ചിന്തിച്ചില്ല. വിശന്നിരിക്കാൻ, പട്ടിണിയിലാണ്, അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. വെന്ത് ആ മാംസത്തിന്റെ സുഗന്ധം അതിങ്ങനെ അവരുടെ മൂക്കിലേക്ക് ഇങ്ങനെ വന്ന് കഴിക്കാനുള്ള വായിൽ വെള്ളം മൂറിയിരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂലിന്റെ ഒരു സ്വഹാബി വന്ന് പറയാൻ, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടുകഴുതയുടെ മാംസം കഴിക്കുന്നതിനെ ഹറാമായി പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് അവർ ചിന്തിച്ചില്ല. വെന്തിരിക്കുന്ന മാംസത്തെ എടുത്തു മാറ്റി അവർ ഒഴുക്കി കളഞ്ഞു. ഇതാ സ്വഹാബത്ത്. നമ്മളോട് എത്ര അങ്ങനത്തെ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ലാത്തതാണ് എന്ന് ഖുതുബയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്നും അത് ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ആ അള്ളാഹുവിന്റെ കൽപ്പനയും എത്ര വിദൂരത്താണ്.
നമ്മൾ ആ വിശുദ്ധ ഖുർആനിന്റെ ഈമാനുള്ളവരെന്ന് പറഞ്ഞ ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സമീഅന വഅതഅന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം, മദ്യം ഹറാമാക്കിയ സമയത്ത് സ്വഹാബത്ത് അല്ലെ, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു മദ്യം ഒഴിച്ചു കൊടുക്കാൻ, മദ്യം ഹറാമായിട്ടില്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്, അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലാണ് മദ്യം ഉള്ളത്. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരു ശബ്ദം അങ്ങനെ കേട്ടു, ഒരു ഒച്ച അങ്ങനെ കേട്ടപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസേ പുറത്തെന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്ക്. അനസ് റളിയല്ലാഹു അൻഹു പുറത്തു പോയി നോക്കുമ്പോ ഒരു ദൂതൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഇതാ മദ്യം ഹറാമാക്കിയിരിക്കുന്നു, അത് നിങ്ങൾ നിർത്തണം. അപ്പൊ നിങ്ങൾ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന, മദ്യവീപ്പകൾ നിറഞ്ഞിരിക്കുന്ന അബൂ ത്വൽഹയുടെ വീട്ടിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോ കേൾക്കുന്ന വാക്കെന്താ? അതാ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മദ്യത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. കേട്ട മാത്രയിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അനസേ എന്താണ് കേട്ടത്? അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂ ത്വൽഹ, അല്ലാഹുവിന്റെ റസൂൽ മദ്യത്തെ ഹറാമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അവര് കൊണ്ടുവന്ന ഇറക്കിയ പ്രൊഡക്റ്റ് ഒക്കെ ഇനി വിറ്റ് തീരട്ടെ എന്ന് ചിന്തിച്ചില്ലേ? നമ്മൾ ചിലപ്പോ അങ്ങനെ ചിന്തിക്കും. കൊണ്ടുവന്ന ഏതായാലും ഈ കൊല്ലം ഇറക്കിയത് കണ്ട് തീരട്ടെ, അടുത്ത കൊല്ലം മുതൽ ഈ കച്ചവടത്തിന് ഞാനില്ല, ഏതായാലും ഈ വർഷം ഞാൻ അതല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന സാധനങ്ങളെ കണ്ട് വിറ്റയച്ചിട്ട് ഇനി എന്ത് ചെയ്യാം, ഞാൻ എന്നൊക്കെ വിട്ടുക. അങ്ങനെ എല്ലാവരും ചിന്തിച്ചിട്ട് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഈ കാണുന്ന മദ്യവീപ്പകൾ മുഴുവൻ പൊട്ടിച്ചൊഴുക്കണം. അനസ് റളിയല്ലാഹു അൻഹു അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെയുള്ള സ്വഹാബാക്കൾ എല്ലാവരും ആ മദ്യവീപ്പകൾ മുഴുവൻ പൊട്ടിച്ച് മദീന തെരുവിലൂടെ ഒഴുക്കി വിട്ടു. പിറ്റേ ദിവസം ചരിത്രം പറയാം, പിറ്റേ ദിവസം ആ വഴി നടന്നു വന്നവർ അവർ വിചാരിച്ചു പോയി എന്നാണ്, പെരുമഴ പെയ്തു പോയോ എന്ന്. ഒരു പെരുമഴ പെയ്ത് മണല് നനഞ്ഞ് കുതിർന്നത് പോലെയായിരുന്നു അന്ന് പിറ്റേ ദിവസത്തെ മണല് തരികൾ അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നതെന്നാണ്. സഹോദരങ്ങളെ, അതാണ് സ്വഹാബത്ത്. വേണ്ട എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ചിന്തിച്ചില്ല. വായിലേക്ക് വിരലിട്ട് കുടിച്ച മദ്യത്തെ ഛർദിച്ചു കളഞ്ഞു. ചിലർക്ക് ടെൻഷൻ അടിച്ചിരിക്കാൻ. അപ്പോഴാണ് അള്ളാഹു ഒരു ആയത്ത് ഇറക്കിയത്, നിങ്ങൾ അറിയാതെ ചെയ്തതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. സങ്കടപ്പെട്ടിരിക്കാൻ, ചിലർക്ക് കരയാൻ, പടച്ചോനെ ഇത് കുടിച്ചു പോയല്ലോ, അള്ളാഹ് ഇത് കുടിച്ചു പോയല്ലോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, ലൈസ അലൈക്കും ജുനാഹ്, നിങ്ങൾക്ക് കുറ്റമില്ല, നിങ്ങൾ അറിയാതെ നിങ്ങൾ മുമ്പ് ചെയ്തു പോയതിന് കുറ്റമില്ല എന്ന ആയത്ത് ഇറങ്ങിയപ്പോഴാണ് സ്വഹാബത്തൊന്ന് സമാധാനിച്ചത് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പിന്നീട് അവർ വരുന്നുണ്ട്. അവർ വന്ന് പറയാൻ, റസൂലേ, ഞങ്ങൾ മദ്യം നിഷിദ്ധമാക്കിയ സമയത്ത് മദ്യവീപ്പകൾ പൊട്ടിച്ച് മദീന തെരുവിലൂടെ ഞങ്ങൾ ഒഴുക്കി വിട്ടു. ആ ഒഴുക്കി വിട്ട സ്ഥലത്ത് പിന്നീട് പുല്ല് മുളച്ചു. ആ പുല്ല് മുളച്ചത് കഴിച്ച ഒട്ടകത്തിന്റെ മാംസം ഞങ്ങൾക്ക് കഴിക്കുന്നത് ഹലാലാകുമോ റസൂലേ എന്ന ഫത്വക്ക് വേണ്ടി സ്വഹാബാക്കൾ റസൂലിനെ സമീപിക്കുക. പ്രിയപ്പെട്ടവരെ, അവരത്രമാത്രം സൂക്ഷ്മത പാലിച്ചവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ചരിത്രങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഉമർ റളിയല്ലാഹു തആല വാപ്പാനെ പിടിച്ച് സത്യം ചെയ്തു. അവരുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ സത്യം ചെയ്തപ്പോൾ അല്ലാഹു റസൂൽ ഇത് കേട്ടു. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇനി ഒരിക്കലും അത് നമുക്ക് പറ്റില്ല. ഫമൻ കാന ഹാലിഫൻ ഫലിയഹ്ലിഫ് ബില്ലാഹ്, ആർക്കെങ്കിലും സത്യം ചെയ്യണമെങ്കിൽ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്യണം. ഒരാളെ പിടിച്ചു സത്യം ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു പറയാം, അന്ന് മുതൽ ആലോചിക്കണം, ഇത് ഇവരുടെ ഒരു ശൈലിയാണ്. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഖുതുബയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അത് അങ്ങനെ പറയാൻ പാടില്ല, സംസാരത്തിൽ അങ്ങനെ വരാൻ പാടില്ല. പിന്നെയും വന്നാലേ നമ്മൾ പറയില്ല, എന്താ ശീലിച്ചു പോയി, അതുകൊണ്ട് മാറണില്ല അല്ലെ, ഇനി സൂക്ഷിച്ചോണ്ട് പിന്നെ ഇത് പറയും. പിന്നെ നമ്മൾ ഹറാമായ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത്, അപ്പൊ പറയും ശീലിച്ചൊരു കാര്യം, ചെറുപ്പം മുതലേ ഞാൻ ശീലിച്ചൊരു സംഗതിയാണ്, ഇതിട്ട് മാറി കിട്ടാൻ നല്ല പണിയാണ്. ഒരു പണിയില്ല, മാറി കിട്ടാൻ ഒരു പണിയില്ല. നമ്മൾ ശ്രദ്ധ, ഈമാനികമായി നമുക്ക് ശ്രദ്ധ ഉണ്ടോ, ഒരു പണിയില്ല. കാരണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇഴുകിച്ചേർന്ന ഒരു കാര്യമാണ് പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യാന്നുള്ളത്. പക്ഷേ
അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറെ അങ്ങനെ സത്യം ചെയ്യരുത്, ആരെയെങ്കിലും പിടിച്ച് സത്യം ചെയ്യണമെങ്കിൽ അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്തോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കൽ പോലും പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല. അങ്ങനെ മാത്രമല്ല, ആരെങ്കിലും സത്യം ചെയ്തു എന്ന് പറയുന്നത് പോലും എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ വേറൊരാൾ ബാപ്പാനെ പിടിച്ച് സത്യം ചെയ്തു അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്തു എന്ന് നാവിലൂടെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭയമായിരുന്നു. സഹോദരങ്ങൾ, അതാണ് സ്വഹാബത്ത്. അല്ലാഹുവും റസൂലും പറഞ്ഞതിൽ പിന്നീട് അവർക്ക് ചർച്ച ചെയ്യും. ഒരൊറ്റ ചരിത്ര സംഭവം കൂടെ സൂചിപ്പിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ജുലൈബിബ്, നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ? വിരൂപനായ സ്വഹാബിയാണ്, കാണാൻ ഭംഗിയില്ലാത്തവനാണ്. ജുലൈബിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ആരാണ് എനിക്ക് ആര് പെണ്ണ് തരാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടെയുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പിതാവിനോട് വിവാഹമാലോചന നടത്തി. പിതാവിനോട് പറഞ്ഞു, ജുലൈബീബിന് ഒരു പെണ്ണ് വേണം, നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. ജുലൈബീബ് റളിയല്ലാഹു തആല അൻഹുവിന് പെണ്ണാലോചിക്കാൻ. ബാബ പറഞ്ഞു, അവളുടെ ഉമ്മയോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിന് തീരുമാനം എടുക്കാം. അങ്ങനെ ഈ ഉമ്മയുടെ അടുക്കലേക്ക് ഈ പിതാവ് പോവാൻ. പിതാവ് പോയി ഉമ്മയോട് സംസാരിച്ചു. ഉമ്മ ഒന്ന് കളിയാക്കി, ഇവിടെയുള്ള പ്രഗത്ഭരും പ്രശസ്തരും സൗന്ദര്യത്തിന്റെ അങ്ങേയറ്റവുമായ ആളുകൾ വന്ന് നമ്മുടെ മകളെ വിവാഹം ആലോചിച്ചിട്ട് നമ്മൾ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. അത്ര സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഉമ്മ പറയാം, മുഹമ്മദ് നബിക്ക് ഇപ്പൊ കിട്ടിയത് ജുലൈബിബിനെയാണോ? എന്ത് വർത്താനാണിതെന്നാണ്. അപ്പൊ ആ സമയത്ത് ഈ പിതാവ് ഈ ഉമ്മയുമായി ഡിസ്കസ് ചെയ്ത് നബിയുടെ അടുക്കലേക്ക് മടങ്ങി പോവാൻ നിൽക്കുക. കല്യാണാലോചന റദ്ദ് ചെയ്തിട്ട് മുടങ്ങിയിട്ട്. പക്ഷേ ഈ ചർച്ച എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും നടത്തുന്ന ചർച്ച ഈ പെൺകുട്ടി കേൾക്കുന്നുണ്ട്. പെൺകുട്ടി വന്ന് ഉപ്പാനോട് ചോദിച്ചു, ഉപ്പാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇണയായി ജുലൈബീബിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഇണയായി ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ എനിക്ക് ആ ജുലൈബീബ് തന്നെ മതി. ഉപ്പ, നിങ്ങൾ റസൂലിന്റെ തീരുമാനത്തിനെതിരായി നിൽക്കുകയാണോ? ഉപ്പ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സെലക്ഷൻ മാറ്റിവെക്കാൻ പോവുകയാണോ? അങ്ങനെ പിതാവ് ചെന്ന് മുഹമ്മദ് നബിയോട് ചോദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, പ്രവാചകരെ, താങ്കൾ എന്റെ മകൾക്ക് ജുലൈബീബിനെയാണോ തൃപ്തിപ്പെട്ടിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളുടെ മകൾക്ക് വിവാഹം ചെയ്തു തരാൻ ഏറ്റവും യോഗ്യൻ ജുലൈബീബാണ്. ആ പിതാവ് പറഞ്ഞു, എങ്കിൽ ഞങ്ങൾക്ക് അവൻ മതി. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിവാഹം ചെയ്യിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ്. ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും പിന്നീട് ആ സ്വഹാബിക്ക് അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഉഹദിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നുണ്ട്, ഷഹീദാവുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കാൻ, ഇനി ആരാണ് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഷഹീദായവർ? ഇവരിങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്. ഉസാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജുലൈബീബ് എവിടെയാണ്? അങ്ങനെ പ്രവാചകൻ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ 7 ആളുകളെ കൊലപ്പെടുത്തിയതിനു ശേഷം 7 ആളുകൾക്ക് നടുവിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹു വീട് കിടക്കുന്ന ഷഹീദായ ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സഹോദരങ്ങൾ, പിന്നീട് മദീനയിലെ ഏറ്റവും സമ്പന്നയായ വനിത, സമ്പന്നയായ വിധവ എന്ന ഒരു സ്ഥാനം ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്കായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതാവില്ല ചില ഖൈറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന ഖൈറിനേക്കാൾ വലുതൊന്നും സഹോദരങ്ങളെ നമുക്ക് ഖൈറായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും, ഇതാണ് സ്വഹാബികളുടെ നിലപാട്. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അല്ലാഹു പറഞ്ഞതും റസൂല് പറഞ്ഞതുമാണ് അവർക്ക് ഏറ്റവും വലുത്. അത് എന്റെ ഇഷ്ടങ്ങൾക്ക് എത്ര തന്നെ എതിരാണെങ്കിലും അത് ശിരസാ വഹിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിക്കുക എന്ന രീതിയാണ് സ്വഹാബികൾ അഖിലവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു
സ്വഭാവമാണോ നമുക്കുള്ളത്? അല്ലെ, നമ്മുടെ ഓരോ രംഗവും നമ്മൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ മുസ്ലിം ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ നിമിഷത്തിലുമുണ്ട് ഇസ്ലാം. നമ്മൾ ഇരിക്കുന്നതിൽ ഇസ്ലാമുണ്ട്, നമ്മൾ ചിരിക്കുന്നതിൽ ഇസ്ലാമുണ്ട്, നമ്മുടെ നടത്തത്തിൽ ഇസ്ലാമുണ്ട്, നമ്മുടെ ചലനങ്ങളിലെ ഓരോയിടത്തും ഇസ്ലാമുണ്ട്. തുപ്പുന്നത് പോലും എവിടേക്കെന്ന് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൈകാലുകളിൽ ഇസ്ലാമുണ്ട്, നമ്മുടെ മുടിയിലും വസ്ത്രത്തിലും എല്ലാം ഇസ്ലാമുണ്ട്. അപ്പൊ സമ്പൂർണ്ണ മുസ്ലിം ആവുക എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ എല്ലാ ഏരിയകളിലേക്കും കിടക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഏറ്റവും പരമപ്രധാനമായി നമ്മളിലേക്ക് നാം അറിയേണ്ട, ചിന്തിക്കേണ്ട ചില ഏരിയകളിലൂടെ മാത്രമാണ് ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു പോകുന്നത്. നമ്മുടെ വിശ്വാസപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അതിൽ ആ രീതിയിലുള്ള ഒരു വിശ്വാസക്കാരി തന്നെയാണ്. അല്ലാഹയല്ലാത്ത ഒരാളെയും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. എൻ്റെ രോഗവും എൻ്റെ പ്രശ്നവും എൻ്റെ പ്രതിസന്ധികൾക്കും എല്ലാം എനിക്ക് പറയാനുള്ളത് എൻ്റെ റബ്ബിനോടാണ്. വേറൊരു വലിയനോടോ ഒരു ദർഗയിലോ ജാറത്തിലോ ഒന്നും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുകയില്ല എന്ന വിശ്വാസമുള്ളവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് തവക്കുൽ എന്നൊരു ഏരിയയാണ്. തവക്കുലിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര പൂർണ്ണരാണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം എടുക്കാം. എന്നോട് ചില ആളുകൾ പറഞ്ഞതാണ്, ഞാൻ പേഴ്സണലായിട്ട് എന്നോട് ചില ആളുകൾ പറഞ്ഞ കാര്യം പറഞ്ഞു. പലപ്പോഴും ചില ആളുകളൊക്കെ ജമാഅത്തിന് കാണാതിരിക്കുമ്പോൾ ചില വക്തുകൾക്ക് പ്രത്യേകിച്ച്, അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ ജമാഅത്തിനൊന്നും ഈ വക്തിനൊന്നും എന്താ പ്രത്യേകിച്ച് വരാത്തത്? ഒരു കച്ചവടക്കാരാണ്. ചില ആളുകൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ആ സമയത്താണ് കുറച്ച് അധികം ചായ വിൽക്കാൻ പറ്റുന്നത്. കുറച്ച് ബീഹാരികൾ, ബംഗാളികളൊക്കെ വരാറുണ്ട്. അപ്പോ കുറച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരാറുണ്ട്. അവരൊക്കെ വന്നാല് കുറച്ച് അധികം ചായ, ഒരു 100-150 ഉറുപ്പിന്റെ ചായ പോണൊരു സമയം ആ സമയമാണ്. അതുകൊണ്ടാണ് ആ ഒരു നിസ്കാരത്തിന് എന്നെ കാണാത്തതെന്നാണ്. സഹോദരങ്ങൾ, ഇവിടെ നമ്മുടെ ഒരു തവക്കുലിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? നമ്മൾ പലപ്പോഴും അല്ലാഹുവിന് വേണ്ടി സമയം കൊടുത്താല് അത് നമ്മുടെ ഭൗതിക ജീവിതത്തിന് നഷ്ടം പറ്റോ എന്നൊരു പേടി നമുക്ക് പലപ്പോഴും വരികയാണ്. ആ പേടിയാണ് യഥാർത്ഥത്തിൽ തവക്കുലിനെതിരെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറഞ്ഞെന്താ? മൻ കാനത്തി ദുനിയാ ഹമ്മുഹു ഫറഖല്ലാഹു അലൈഹി അംറ. ആരുടെയെങ്കിലും ലക്ഷ്യം ദുനിയാവാണെങ്കിൽ, ഹമ്മ് എന്ന് പറഞ്ഞ ലക്ഷ്യം എന്നുള്ള അർത്ഥത്തിലേക്ക് ചുരുക്കാൻ പറ്റില്ല. മനസ്സിൽ സദാ തോന്നുന്നു, അതാണ് ഹമ്മ്. സദാ നമ്മുടെ മനസ്സ് കൊതിക്കുന്നത്, ചിന്തിക്കുന്നത് ദുനിയാവിന്റെ കാര്യങ്ങളെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയും ഫറഖല്ലാഹു അലൈഹി അംറഹു. അവന്റെ എല്ലാ കാര്യവും ചിന്ന ഭിന്നമാവും. സഹോദരങ്ങളെ, സമ്പന്നരെ വെച്ചിട്ട് കൈകളിൽ 1000 അതല്ലെങ്കിൽ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ളവന്റെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് പരിശോധിക്കും. അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കി. എല്ലാവരുടെ ജീവിതത്തിലേക്കും അല്ല, മീഡിയക്ക് മുമ്പിൽ സമ്പന്നരായ ആളുകൾ വന്ന് പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ എഴുതി വായിക്കുന്നവരാണ്. അവരുടെ അനുഭവം എന്താ, അവരുടെ കുടുംബ ജീവിതം എന്താ, അവരുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ അവർക്ക് എത്ര സന്തോഷമുണ്ട്. കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണോ? അവർ സാമ്പത്തികത ഉയരാത്തത് കൊണ്ടാണോ? ഒന്നുമല്ല. സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെട്ടതാണ്. പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല. ഇത് റബ്ബിനെ കൊടുക്കാൻ പറ്റുള്ളൂ. പൈസ ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പല രീതിയിൽ വഴിയുണ്ടാവും. പക്ഷെ പടച്ചോൻ തരുന്ന ഒന്നാണ് ബറക്കത്ത്. അത് നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയും, നിങ്ങൾ ദുനിയാവിന് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിന്ന ഭിന്നമായി പോകും. കൺമുമ്പിൽ ദാരിദ്ര്യത്തെ കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും. അല്ലെ, കൺമുമ്പിൽ ഇങ്ങനെ ദാരിദ്ര്യം വരും, ഒരിക്കലും ധന്യത നമുക്ക് അനുഭവപ്പെടില്ല. അതേപോലെ തന്നെ അല്ലാഹ് തീരുമാനിച്ച ഒന്നേ നമുക്ക് കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടാനില്ല. ഒന്നും അധികരിക്കൂല. നമ്മൾ എത്ര അധ്വാനിച്ചാലും പടച്ചോൻ എഴുതിയത് നമുക്ക് കിട്ടും, അതിനപ്പുറത്തൊന്നും കിട്ടാനില്ല. അത് എത്ര എക്സ്ട്രാ ഡ്യൂട്ടി, എക്സ്ട്രാ ടൈമിൽ ഡ്യൂട്ടി എടുത്താലും ഓനിക്ക് പടച്ചോൻ തീരുമാനിച്ചൊരു എമൗണ്ട് ഉണ്ട്. ഓന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ്, അവന്റെ ജീവിതം മലക്കുൽ മൗത്തിനെ കണ്ടെത്തുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിൽ അല്ലാഹ് തീരുമാനിച്ച റിസ്ഖുണ്ട്. ആ റിസ്ഖിന്റെ അപ്പുറത്തേക്ക് മറികടക്കാൻ അവന് പറ്റില്ല, അത് എന്തെന്നെ ചെയ്താൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വമൻ കാനത്തിൽ ആഖിറതു നിയ്യതുഹു, ആരുടെയെങ്കിലും ലക്ഷ്യം, ഉദ്ദേശം പരലോകമാണെങ്കിൽ, ജമഅല്ലാഹു ലഹു അംറ, അവന്റെ കാര്യമെല്ലാം
റഹ്മാനായ റബ്ബ് അവനെ ഏകോപിച്ചു കൊടുക്കും, എല്ലാം ജംഅ് ചെയ്തു തരും, എല്ലാം ഒരുമിച്ച് കൂട്ടി തരും. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഒരു പേജാണ് പറയുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ വാഹനം, നമ്മുടെ ജോലി, ഇങ്ങനെ എണ്ണി അദ്ദേഹം കണക്കാക്കാൻ പറ്റൂല. കാരണം നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എന്തെല്ലാം രംഗങ്ങളുണ്ടോ ആ രംഗങ്ങളൊക്കെ നമുക്ക് നന്നാക്കി കണ്ട് പടച്ചു തരും. എന്താണെങ്കിൽ നമ്മുടെ മനസ്സ് പരലോകത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യുവാക്കളെ നിങ്ങൾ നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിക്കും. പരലോകത്തിന് വേണ്ടി ജീവിച്ച പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഇഹലോകവും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാൻ, അദ്ദേഹം നിസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് യുവാക്കള് നിസ്കരിക്കാതെ അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരോട് കൊടുത്ത ഉപദേശം, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി ജീവിച്ചോളി. ആഖിറത്തിന് വേണ്ടി ജീവിച്ചവർക്ക് അല്ലാഹ് ഇഹലോകവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇഹലോകത്തിന് വേണ്ടി ജീവിച്ചവനെ പലപ്പോഴും ഇഹവും പരവും അല്ലാഹു നൽകുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പരലോകത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ അല്ലാഹു പറഞ്ഞത് എന്താ? അല്ലാഹു തന്ന ഓഫർ എന്താ? നിങ്ങളെ എല്ലാ കാര്യവും ഞാൻ ശരിയാക്കി തരാം. വജഅല ഖിനാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിലേക്ക് ധന്യത കൊണ്ടുവന്ന് തരുന്നതാണ്. മനസ്സിലാ ധന്യത തരാം. നോക്കൂ, നിങ്ങൾ അല്ലാഹു ധന്യത തരും മനസ്സിലാണ്. നമുക്ക് ധന്യത കിട്ടേണ്ടത് മനസ്സിലാണ്. 1 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്, പക്ഷെ എന്നാലും മനസ്സിന്റെ ഉള്ളിൽ 1 ലക്ഷം വരണമെങ്കിൽ അത് അല്ലാഹു തരണം. മനസ്സിലായോ? അത് 1000ന്റെ ഫീല് ചിലപ്പോൾ നമ്മള് ദുനിയാവിന്റെ ചിന്ത വെച്ച് പുലർത്തിയാലുണ്ടാവുള്ളൂ. 100 രൂപയുള്ളവന്റെ മനസ്സിൽ 1 ലക്ഷത്തിന്റെ പവർ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കും. അത് അല്ലാഹു കൊടുക്കുന്ന സംതൃപ്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവർ, ഈ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കിയതല്ലേ, നമ്മൾ പുതുതായി കേൾക്കുന്നല്ലോ. പക്ഷെ ഈ ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് എത്ര തവക്കുലുണ്ട്. ഒരു ജമാഅത്ത് ഒരു 10-15 മിനിറ്റ് വന്ന് നിസ്കരിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കച്ചവടത്തിൽ നഷ്ടം വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം തവക്കുലുണ്ട് ആ രംഗത്ത്. ഞാൻ ചാടി നീട്ടി വളർത്തിയാൽ എന്റെ ജോലിയെ ബാധിക്കും, അതെനിക്ക് ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ വരുത്തും എന്ന് നമ്മൾ ചിന്തിച്ചാൽ, സഹോദരങ്ങളെ, നമ്മുടെ തവക്കുൽ എന്താ ഉള്ളത്? അതാണ് പറഞ്ഞത്, അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണത്വത്തിൽ വരും. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ചിഹ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരട്ടെ. മുടിയും താടിയും അല്ലെ, അള്ളാന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു അങ്ങനെയാക്കി. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, 10ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എങ്ങനെയാണോ മുടി വെട്ടിയിരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുടി വെട്ടുന്നത്. പക്ഷേ മറ്റു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണ ഓരോ മോഡലാണ്. നമ്മളിങ്ങനെ ബാർബർ ഷോപ്പിൽ പോയിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പ് ഇരിക്കുന്ന ആള് അവര് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴേ ഓരോ ഭാഗവും ഇങ്ങനെ ഒപ്പിച്ച് കറക്റ്റാക്കി, പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ മുറിച്ച് വെച്ച് നമ്മളങ്ങനെ കയറിയിരുന്നാല് അയാൾക്കറിയാം നമ്മളെ രീതി എന്താണ്. കാരണം കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ രീതിയാണ്. ആ രീതി നമ്മുടെ റസൂല് പഠിപ്പിച്ചാണ്. അപ്പൊ ഒരു മുഅ്മിനാണെങ്കിൽ ഒരു മുഅ്മിനിന്റെ മുടിവെട്ടൽ പോലെ തിരിക്കും. ഒരു മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിമിന്റെ മുടിവെട്ടൽ പോലും കൊല്ലങ്ങളായിട്ട് ഒരേ രീതി ഉണ്ടാവുള്ളൂ. അവർക്ക് പ്രത്യേകിച്ചൊരു മോഡലേ ഉണ്ടാവില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ. നമുക്ക് എത്രത്തോളം ആ രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ചിലതൊക്കെ നമ്മൾ പാലിക്കുമ്പോൾ എന്റെ ഭൗതികതയെ ബാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തവക്കുലിനെ നന്നായി ബാധിക്കും, ഒരു സംശയമില്ല. മാത്രമല്ല, ചില ആളുകൾ ഇപ്പൊ ഈ അടുത്ത് പോലും ഒരു സഹോദരി രോഗിയായി കുറച്ച് പ്രയാസപ്പെട്ട് ഇങ്ങനെ വല്ലാതെ ഇടങ്ങേറാണ്. ഒരു ആദർശമുള്ള കുടുംബമാണ്, പക്ഷെ കുറച്ചു കാലമായി രോഗം ഇങ്ങനെ വരുന്നു, പല രോഗങ്ങൾ വരുന്നു. കുട്ടികൾക്ക് രോഗം വരുന്നു, അതേപോലെ തന്നെ ഹസ്ബൻഡിന് രോഗം വരുന്നു, അതേപോലെ ഈ സ്ത്രീക്കാണെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്നു. ഇവര് ഇങ്ങനെ രോഗം വരുമ്പോ ബാക്കിയുള്ള കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ ആദർശമൊക്കെ മനസ്സിലാക്കിയ ഒരു ടീമാണ്. അതാണ് സങ്കടം. തൗഹീദിനെ കുറിച്ചൊക്കെ അറിവുള്ള ഒരു ടീമാണ്. അവര് വന്ന് പറയാം. ഇപ്പൊ 2ാം നില മുകൾക്ക് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ തുടങ്ങിയത്. വീടിന്റെ മുകൾക്ക് എടുക്കാൻ തുടങ്ങി, അപ്പോഴാണ് ഇങ്ങനെ പ്രയാസങ്ങൾ തുടങ്ങുന്നത്. എന്തോ പ്രശ്നമുണ്ടോ എന്നാണ് ഇങ്ങനെ ഊതി കൊടുക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിക്കണോ? ഇങ്ങനെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. പടച്ചോനെ പരീക്ഷിക്കുമ്പോൾ, പടച്ചോന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പഠിച്ച് വേറെടുത്തേക്ക് പോവാ.
സഹോദരങ്ങൾ, അയ്യൂബ് നബി 18 കൊല്ലം എന്നാണ് ഹദീസിൽ പറയുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് 18 കൊല്ലം രോഗിയായി കടന്നിട്ട് അദ്ദേഹത്തിന് തോന്നിയോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ വന്നിട്ടാണ്? അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു അല്ലെ, വേറൊരു വലിയന്റെയോ ഖബറിന്റെയോ ദർഗയുടെയോ ശേഖിന്റെയോ അടുത്തേക്ക് പോയി ഊതിക്കെട്ടാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഊതി കുടിക്കാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ലോകത്തിന്റെ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ നീയാണ് അങ്ങേയറ്റം കരുണ ചൊരിയുന്നവൻ, ഞാൻ ചെറിയൊരു പ്രയാസത്തിനാണ്, ദുർബലാണ്, വലിയൊരു പ്രയാസത്തെ തീവ്രവൽക്കരിച്ച് പർവ്വതീകരിച്ചിട്ടില്ല, ചെറിയൊരു പ്രയാസത്തിലാണ് റബ്ബേ, അത് മാറ്റാൻ നിനക്കേ കഴിയുള്ളൂ, അള്ളാഹുവിനെ കഴിയുള്ളൂ. സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ജീർണത വരുന്നുണ്ടോ? നമ്മുടെ ഇസ്ലാം സമ്പൂർണ്ണമാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പരീക്ഷണങ്ങൾ ഏറ്റാലും നമ്മൾ പറയുന്ന വാക്ക് അല്ലാഹു 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 റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ നിങ്ങൾ പറയുക അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി. എന്ത് വിഷമം വരുമ്പോഴും പറയാൻ പറഞ്ഞ വാക്ക് അതാണ്, അല്ലാഹു റബ്ബി, അള്ളയാണ് എൻ്റെ റബ്ബ്. എന്തിനത് ഉറപ്പിക്കാൻ? മനുഷ്യൻ പ്രതിസന്ധികളിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴാണ് അവന്റെ ആദർശത്തിന് പലപ്പോഴും അതിന് പ്രശ്നം പറ്റി പോകുന്നത്, അവന്റെ ആദർശം നഷ്ടപ്പെട്ടു പോകുന്നത്. നല്ല രീതിയിൽ ആഫിയത്തോടു കൂടി കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ സുഖമാണ് തൗഹീദൊക്കെ കൊണ്ടെടുക്കാൻ. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോഴോ അപ്പോഴാണ് പലരും വന്ന് നമ്മളങ്ങനെ വസ്വാസിലാക്കുക. ആ വസ്വാസുകളിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്ലാമിന് എത്ര കൃത്യതയുണ്ട്, ആ ഇസ്ലാമിന് എത്ര ബലമുണ്ട്, അത് നമ്മൾ ചിന്തിക്കാം. വിശ്വാസപരമായി നമ്മുടെ സ്വഭാവ രംഗത്തേക്ക് വന്നാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരാണ് മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മൾ ആരാണ് മുസ്ലിം എന്നതിന് നബി പറഞ്ഞ ഏറ്റവും വലിയൊരു നിർവചനം അതാണ്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റു മുസ്ലിമീങ്ങളെല്ലാം അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അവിടെ എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ നാവ് ആദ്യം പറഞ്ഞത്? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ ആദ്യം പറഞ്ഞത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇതിനൊരു ശറഹ് പറയുന്നുണ്ട്, വിശദീകരണം പറയുന്നുണ്ട്. നാവ് കൊണ്ട് മരിച്ചവരെയും ഉപദ്രവിക്കാൻ പറ്റും, ജീവിച്ചിരിക്കുന്നവരെയും ഉപദ്രവിക്കാൻ പറ്റും. നാവിന് കാലപരിധിയില്ല. ജനിക്കാനിരിക്കുന്ന കുട്ടിനെ വരെ നമുക്ക് കുറ്റം പറയാം, മരിച്ചുപോയ മനുഷ്യന്മാരെ കുറിച്ച് കുറ്റം പറയാം, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് കുറ്റം പറയാം. കൈകൊണ്ട് ഇപ്പൊ മരിച്ചുപോയ മനുഷ്യന്മാരെ അടുത്ത് അടിക്കാൻ പറ്റല്ലോ. ജനിക്കാനിരിക്കുന്ന കുട്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഉപദ്രവിക്കാൻ നമ്മുടെ കൈ കൊണ്ട് പറ്റില്ലല്ലോ. ഈ നാവിന് പ്രിയപ്പെട്ടവരെ കാലങ്ങളില്ലേ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മരിച്ചവരെ കുറിച്ചും ജനിക്കാനിരിക്കുന്നവരെ കുറിച്ചും ജനിച്ച് ജീവിക്കുന്നവരെ കുറിച്ചും. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളൊന്നും മുസ്ലിം അല്ല, യഥാർത്ഥ മുസ്ലിം അല്ല. വിഷയം സമ്പൂർണ്ണ മുസ്ലിം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരു മനുഷ്യൻ വന്ന് പ്രവാചകനോട് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ, നബി അതിനെ മൈൻഡ് ചെയ്തില്ല. കുറേ സമയം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഒരു കഴുത ചത്ത് കിടക്കുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ എവിടെയാണ്? കുറച്ചു നേരത്തെ എൻ്റെ അടുത്ത് വന്ന് വേറൊരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അയാൾ എവിടെ? അപ്പൊ സഹാബാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയറ് നിറച്ച് ഈ കഴുതയുടെ മാംസം കഴിച്ചോളാൻ. വയറ് നിറയെ ഈ കഴുതയുടെ മാംസം കഴിച്ചു. സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഒരു കഴുത മാംസം, ചീഞ്ഞളിഞ്ഞ കഴുതയുടെ മാംസം കഴിക്കലാണ് നല്ലത്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതുപോലെ വഴിയിൽ ചത്തളിഞ്ഞ ഒരു കഴുതയുടെ ശരീരത്തെ കാണാൻ, ജീർണിച്ചു പോയിട്ടുണ്ട്, അതിൽ നിന്ന് പുഴുക്കൾ വരുന്നുണ്ട്. അത് കണ്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇത് വയറ് നിറച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കൂട്ടുകാരൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്ത് വർത്താനങ്ങൾ പറയാൻ? അദ്ദേഹം പറയുന്നത്, എന്നാൽ ഒരു മുസ്ലിമിനെ കുറിച്ച് അപവാദം പറയുന്നതിനേക്കാൾ, ഗീബത്ത് പറയുന്നതിനേക്കാൾ നല്ലത് ഈ മാംസം കഴിക്കലാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, മരിച്ചു കിടക്കുന്നവന്റെ മാംസം കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എന്താ അതിന്റെ തഫ്സീർ? സഹോദരങ്ങളെ, നമ്മുടെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന ഒരുത്തനെ കുറിച്ച് നമ്മൾ പറഞ്ഞതെങ്കിൽ അവൻ പ്രതികരിക്കും, എന്റെ സ്വഭാവം അതല്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരുത്തനെ കുറിച്ച് നമ്മളിങ്ങനെ കുറ്റം പറയുമ്പോഴും അയാൾ മരിച്ചവനെ പോലെ മരിച്ചിടത്തവനെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ്
അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ അടുക്കൽ മരിച്ചവരെ പോലെയുള്ള ഒരു മനുഷ്യനാണ് ഗീബത്ത് പറയുന്ന ഈ ഗീബത്ത് പറയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു രീതി നമ്മുടെ നാവ് കൊണ്ട് നരകത്തെ നമ്മൾ വാങ്ങരുത്. പിന്നെയോ മനസ്സിൽ പകയാണ്, ഞാൻ വേഗത്തിൽ പോകണം, മനസ്സിൽ പകയാണ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താ? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. പടച്ചോനെ, ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളായ ഒരാളോടും പകയോ വിദ്വേഷമോ ഉണ്ടാക്കി തീർക്കല്ലേ. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം, ഒരാളോടും മനസ്സിൽ പക വെച്ച് നിർത്താൻ പാടില്ല. കല്യാണം വിളിക്കാത്തതിന്റെ പേര്, അയലോകത്തിന് പ്രോഗ്രാം നടന്നപ്പോ അതിന്റെ കാര്യം നമ്മളോട് പറയാത്തതിന്റെ പേര്, അല്ലെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരില് ബന്ധങ്ങൾ മുറിച്ച് പകയും വിദ്വേഷവുമായി നടക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, സ്വർഗത്ത് പോകാൻ പറ്റില്ല. സ്വർഗത്തേക്ക് പോകുമ്പോൾ പടച്ചോൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം എന്താ? അവരുടെ ഹൃദയങ്ങളിലുള്ള എല്ലാവിധ പകയെയും അല്ലാഹു ഊരി വലിച്ചെറിയുമെന്ന. സ്വർഗത്തേക്ക് പോകാന് പകയുള്ള മനസ്സുകൊണ്ട് പോകാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ കുറിച്ച് പറഞ്ഞ ചരിത്രം നമുക്കറിയാം, അല്ലെ? ഇപ്പൊ വരുന്ന ഒരാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞപ്പോ കയ്യിൽ ചെരുപ്പ് ഇങ്ങനെ പിടിച്ച് താടിരോമങ്ങളിൽ നിന്ന് ഉദുവിന്റെ വെള്ളം വിറ്റു വീണ് സ്വഹാബി കടന്നു വന്നു. സ്വഹാബത്ത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, പ്രഗത്ഭനല്ല. 3 ദിവസവും നബി പറഞ്ഞപ്പോ ഈ സ്വഹാബി തന്നെ വന്നത്. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്ത് പോയത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ ഉറങ്ങാൻ സമയത്ത് എന്റെ മനസ്സിൽ ഒരാളോടും ഒരു പകയോ വിദ്വേഷമോ അസൂയയോ ഇല്ലാതെയാണ് ഞാൻ ഉറങ്ങുന്നത് എന്നാണ്. സഹോദരൻ, അങ്ങനെ തെളിഞ്ഞ ഒരു മനസ്സിലാണ്. ഒരാളെയും ഒരു പിണക്കത്തിലോ അതല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിലോ കാണാതെ തെളിഞ്ഞ മനസ്സ്, മാപ്പ് കൊടുക്കാൻ പറ്റുന്നതാണ്. ആളുകൾക്ക് എന്തെങ്കിലും ഒക്കെ അബദ്ധം വന്നാൽ മാപ്പ് കൊടുക്കണം. അതാ മുസ്ലിമിന്റെ സ്വഭാവം, അതാ ഇസ്ലാമിന്റെ സ്വഭാവം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് എന്താ? വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, എന്തെങ്കിലും പ്രശ്നം അനുയായികളിൽ നിന്ന് വന്നുപോയാൽ വഅഫു അൻഹും, മാപ്പ് കൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കൽ തേടുക. എന്നിട്ടോ മാറ്റി നിർത്തുകയാണോ? അല്ല. വശാവിർഹും, അവരുമായി കൂടിയാലോചിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റുമോ, ആർക്കെങ്കിലും ഒരു പിഴവ് പറ്റുമോ, മാറ്റി നിർത്തുകയല്ല. ആ മനുഷ്യന് മാപ്പ് കൊടുത്ത് അവന്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവന് വേണ്ടി നമ്മൾ നമ്മുടെ തഹജ്ജുദിലും സുജൂദിലും ഒക്കെ പടച്ചോനെ, അയാൾക്ക് വന്ന അബദ്ധത്തിന് പടച്ചോനെ പുറത്തു കൊടുക്കണമെന്ന് നമ്മളെ പ്രാർത്ഥിക്കേണ്ടത്. അത് മുഅ്മിനിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. എന്നിട്ടോ കൂടെ ചേർത്ത് കൂട്ടി നമ്മൾ അവരെയും കൂട്ടി മുന്നോട്ട് പോകണം. ഇസ്ലാം എത്രയും വലിയ നന്മ പഠിപ്പിച്ചിരുന്നുണ്ട്, അല്ലെ? ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ക്ലിപ്പായോ നമ്മൾ ഒരു നന്മ എന്ന് ചോദിക്കുന്ന ഒരു മൗഢ്യനായ മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇസ്ലാമിന്റെ ഏതിനാണ് പ്രിയപ്പെട്ടവർ നന്മയില്ലാത്തത്? ഇത്ര വലിയ സന്ദേശം എവിടെയാണ് ഉള്ളത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം വന്നാൽ മാപ്പ് കൊടുക്കണമെന്നും ആ അബദ്ധം വന്നവന് വേണ്ടി പശ്ചാത്തപിക്കണം, നിങ്ങൾ പൊറുക്കലിനെ തേടണം, പടച്ചോനെ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും അതിനുശേഷം അബദ്ധം വന്ന മനുഷ്യനെ ചേർത്ത് പിടിച്ച് ചർച്ചയിലേക്ക് കൂടെ കൊണ്ടുവരണമെന്നും പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ നന്മ ഏത് ഗ്രന്ഥമാണ് പഠിപ്പിച്ചിട്ടുള്ളത്? അതിന്റെ അനുയായികളാണ് നമ്മൾ എത്ര അത് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം ആകുമ്പോൾ അവന്റെ നാവ് ഏറ്റവും നല്ല നാവാകണം. നിങ്ങൾ നല്ല സംസാരം ജനങ്ങളോട് സംസാരിക്കണം. നല്ല സംസാരം എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരാളെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഏറ്റവും നല്ല ഖൈർ, എന്താണ് ഖൈർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത് ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരാളെ സന്തോഷിപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ, വിഷമങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, ദുരിതങ്ങളിൽ, ടെൻഷനുകളിൽ, മക്കളെ കുറിച്ചുള്ള ആശങ്കയും വേവനാദികളിലും കഴിയുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ജുമയുടെ തൊട്ടുമുമ്പ് വിളിച്ച് പറഞ്ഞു, ഞാനൊരു വലിയ പ്രയാസത്തിലാണ്, അതുകൂടെ പറയാൻ പറ്റുന്നൊരു ബുദ്ധിമുട്ടല്ല, കുടുംബപരമായിട്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ജുമയുടെ തൊട്ട് മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ ഖത്തീബുമാരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ഭംഗിയാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങൾ, ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് കൊണ്ടെങ്കിലും അയാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ അത് ഏറ്റവും വലിയ ഖൈറാണ്. അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം. അവനാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം. നോക്കൂ നിങ്ങൾ, ഞാൻ ആ രംഗത്തേക്ക് അധികം പോകുന്നില്ല. നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ചിന്തിക്കും. ഇത് നമ്മുടെ വേഷവിധാനത്തേക്ക് വന്നാലോ?
നമ്മുടെ വേഷവിധാനത്തിലേക്ക് സാധാരണ ഇപ്പോഴത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നിര്യാണിക്കും ഇതട്ടല്ലായി നിര്യാണിക്കും ഇതട്ടല്ലായി ഔറത്ത് മറയണമെങ്കിൽ 3 നിബന്ധനയാണ് പണ്ഡിതന്മാർ പറയുന്നത്. സിഫത്തുൽ ഔറ, ലൗനുൽ ഔറ, ഹജ്മുൽ ഔറ. ഒന്ന്, ഔറത്തിന്റെ രീതി, നമ്മുടെ ശരീരത്തിന്റെ രീതി പുറത്തു കാണാൻ പാടില്ല. ഒന്ന്, അതിന്റെ തടി പുറത്തു കാണാൻ പാടില്ല. 3, അതിന്റെ നിറം പുറത്തു കാണാൻ പാടില്ല. ഇങ്ങനെയാണോ നമ്മുടെ വസ്ത്രം? നെരിയാണിക്ക് മീതിട്ടതുകൊണ്ടല്ലായോ സഹോദരങ്ങൾ ടൈറ്റ് വിറ്റ് വസ്ത്രം ഇട്ടിട്ട് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പുറത്തേക്ക് തുറപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഔറത്ത് മറച്ചവനായി പരിഗണിക്കില്ല. ഔറത്ത് മറച്ചവനായി പരിഗണിക്കില്ല. അത് ആണുങ്ങളാണെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഏരിയ. നമ്മുടെ ഔറത്ത് ലൂസുള്ള വസ്ത്രം ധരിക്കണം. ഇത് ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്ന വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ ഇത് പുരുഷന്മാർക്ക് പോലും പാടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ പെൺകുട്ടികൾ നിന്ന് ധരിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം വസ്ത്രധാരണ രീതിയിലാണുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പരലോകം കൊണ്ട് പോകും. അതിന് വലിയ സമയമൊന്നുമില്ലല്ലോ. ചിരിച്ചു കളിച്ച് പരസ്പരം എക്സാമിന്റെ പരീക്ഷയുടെ കാര്യങ്ങൾ സംസാരിച്ച് പരസ്പരം സല്ലപിച്ച് ചിരിച്ച് നടന്ന 4 പെൺകുട്ടികൾ അടുത്ത നിമിഷം ഖബറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് ധരിച്ച വസ്ത്രം പടച്ചവന് തൃപ്തിയുള്ളതാണ് എന്ന് നമ്മുടെ കണ്ണാടിക്ക് മുമ്പിൽ നമ്മളൊന്ന് ചിന്തിക്കും. നിന്റെ റബ്ബ് പറഞ്ഞതാണ്, ഞാൻ മുസ്ലിമാണ്. അങ്ങനെ പറയാൻ പറ്റണം, ഞാൻ മുസ്ലിമാണ്. നിന്റെ ജീവിതം മുഴുവൻ ഞാൻ അള്ളാഹ് കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വസ്ത്രം അള്ളാഹ് പറഞ്ഞതുപോലെ ഒന്ന് പറയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ മടക്കി വെച്ച് പർവ്വതി അങ്ങനെ മടക്കി സ്റ്റെപ്പാക്കി വെച്ചിരുന്ന ചിലങ്ങൾ എന്തിനാ സുഹൃത്തുക്കൾ ഇങ്ങനെ ഇടങ്ങാവുന്നത്? നമ്മുടെ വസ്ത്രം കണ്ട് അത് വെട്ടി ഒതുക്കിയാൽ എന്താ പ്രശ്നം? ഒരു ചരിത്ര സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി എതിരെ വന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ. അപ്പൊ നബിക്ക് ആരാന്ന് മനസ്സിലായില്ല. നബി ചോദിച്ചു, മൻ, ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന അബ്ദുള്ളയാണ്. അപ്പോഴും നബിക്ക് മനസ്സിലായിട്ടില്ല ആരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഒരു വാക്ക് പറഞ്ഞു. വാക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? ഇൻ കുൻത അബ്ദുള്ള ഫർഫ ഇസാറക. ഇത് അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ നിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്ക് ഏറ്റുവെക്കുന്ന വല്ലാത്തൊരു വാക്കാണ്. എന്താ പറഞ്ഞത്? നീ അള്ളാന്റെ അടിമയാണെങ്കിൽ. നമ്മളിലും പല അബ്ദുള്ളമാരുണ്ടാവും. നമ്മൾ ചിന്തിക്കും, നമ്മളൊക്കെ അബ്ദുള്ളമാരാണ്. പേരിൽ അബ്ദുള്ളൂ, നമ്മളൊക്കെ അബ്ദുള്ളമാരാണ്. ഇൻ കുൻത അബ്ദുള്ള, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ഫർഫ ഇസാറക, നിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്ക് കയറ്റി വെക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, മരണം വരെ പിന്നീട് എന്റെ വസ്ത്രം നിസ്ഫു സാഖിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതാണ് സ്വഹാബത്ത്. നമ്മളോ എത്ര കുത്തുബൈകളെ കേട്ട് വസ്ത്രം താഴെ വലിച്ചടച്ചാൽ ആ ഭാഗം നരകത്തിലാണ്. അല്ലാഹ് നോക്കൂല, അല്ലാഹ് നിങ്ങളെ തസ്കിയത്ത് ചെയ്യില്ല, അല്ലാഹു നിങ്ങളോട് സംസാരിക്കില്ല. എത്ര കേട്ടു. പക്ഷെ ഫാഷൻ അനുസരിച്ച് വസ്ത്രകോലങ്ങൾ സിനിമാ താരങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്ന വെട്ടിക്കൂട്ടങ്ങളായി നമ്മൾ മാറരുത്. നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വേഷവിധാനം അല്ലെ, സ്ത്രീകളാണെങ്കിൽ അവരുടെ വേഷവിധാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 2 ടീം സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 കൂട്ടർ നരകത്തിലാണ്. അതിൽ ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ്. നിസാഉൻ, ഒരു കൂട്ടം സ്ത്രീകളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മൈല. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്. നമ്മളെ പെൺകുട്ടികളോട് ഇങ്ങനെ എന്താ ഡ്രസ്സിന്റെ പോലെന്ന് വെച്ചാൽ അപ്പൊ ചിലപ്പോൾ ഒരു മറുപടി ഉണ്ടാവും, ഞാൻ എടുത്തിട്ടില്ലേ, ഞാൻ ധരിച്ചിട്ടുള്ളല്ലോ അല്ലെ, എടുക്കാണ്ടൊന്നുമല്ലോ നടക്കുന്നത്. ഇപ്പൊ പെൺകുട്ടികൾ മാത്രമല്ല, ഉമ്മാരും ആ കോലത്തേക്ക് പോവാണ്. ഉമ്മാരും വല്യമാര് വരെ ആ കോലത്തേക്കുള്ള ഡ്രസ്സിങ്ങിലേക്കാണ് പോണത്. നമ്മൾ ആലോചിച്ച് നോക്കി, ചുരിദാറോ പാൻറ്റോ ഒക്കെ ഇട്ട് നടക്കാൻ ഒരു പ്രായത്തും ഒരു പക്വത വേണ്ടേ? ഒരു പ്രായത്തും ഒരു പക്വതയിലേക്ക് എത്തണ്ടേ? സഹോദരങ്ങളുടെ വസ്ത്രധാരണ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ പക്വതയെ പോലും തീരുമാനിക്കണ്ടേ? ഇത് മറ്റേ മരുമക്കളായിട്ട് പോലും പേരക്കുട്ടികളായിട്ട് പോലും ചുരിദാറൊക്കെ ഇട്ട് നടക്കാൻ എന്താ അവരുടെ അവസ്ഥ? സഹോദരിമാരെ, നമ്മൾക്കൊരു പക്വത വേണം. നമ്മുടെ വസ്ത്രധാരണയിലുണ്ട് ഒരു പ്രായത്തിന്റെ പക്വത ഉണ്ട്, ഒരു ഉമ്മ എന്ന പക്വത ഉണ്ട്, ഒരു ഉപ്പ എന്ന പക്വതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്
ഇസ്ലാമിന് തീർത്തും അന്യമായ വസ്ത്രധാരണങ്ങൾ സ്വീകരിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് ബോധിപ്പിക്കില്ല. എന്താ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ? അല്ലാഹു പറയാണ്, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അവർ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കില്ല. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വലാ യജിദ്ന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ പരിമളവും അവർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. വഇന്ന റീഹഹാ ലയൂജദു മസീറത കദാ വകദാ, അതിന്റെ പരിമളമുണ്ടല്ലോ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അടിച്ചു വീശുന്നതാണ്. സഹോദരിമാരെ, കിലോമീറ്റർ അപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗ്ഗത്തിന്റെ മണമൊന്ന് മണക്കാൻ പോലും നമുക്ക് പറ്റില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടെങ്കിൽ എത്ര വലിയ ഹതഭാഗ്യരാണ്, എത്ര വലിയ ഹതഭാഗ്യൻ. ഞാൻ ഈ അടുത്ത് ഒരു പണ്ഡിതന്റെ ഒരു സംസാരം കേട്ടു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വല്ലാതെ മനസ്സിൽ തട്ടിയൊരു വാക്കാണ്. ആ സ്വർഗ്ഗത്തിന്റെ വ്യാപ്തി എത്ര നമുക്കറിയാമോ? സ്വർഗ്ഗത്തിന്റെ വിശാലത എത്രയാണ് അല്ലെ? ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗ്ഗം. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗ്ഗം. ആ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാർ വെക്കുന്ന സ്ഥലം ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. സ്വർഗ്ഗത്തിൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലം കിട്ടൽ ഈ ലോകത്തുള്ളത് എല്ലാം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. ഒരു അമ്പിന്റെ ഒരു സ്പേസ്, അമ്പ് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ അതിന് കിട്ടുന്ന ഒരു ചെറിയ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കിട്ടലാണ് ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, സ്വർഗ്ഗത്തിൽ വെറൊരു കാലം വെക്കാനുള്ള സ്ഥലമുള്ളൂ. ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗ്ഗത്തിൽ നമുക്കൊരു കാല് കുത്താൻ പടച്ചവൻ അനുവാദം തന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഹതഭാഗ്യവർ ആരുണ്ട്? മനസ്സിൽ തട്ടി ചിന്തിച്ചു. സഹോദരങ്ങളെ, വലിയൊരു ഗ്രൗണ്ട്, വലിയൊരു ഓഡിറ്റോറിയം, അതിൽ ഒരു കല്യാണം നടക്കുന്നു, നമ്മളൊക്കെ ക്ഷണിക്കപ്പെട്ടു, നമ്മളവിടെ എത്തി, നമുക്ക് സീറ്റില്ല എന്ന് പറഞ്ഞാല് അല്ലെ, സീറ്റൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തരില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബോറായിരിക്കും. നാണം കെട്ട് വർഷമായി പോരേണ്ടി വരില്ലേ? ഏറ്റവും വലിയ സ്വർഗ്ഗത്തില് ഒരു കാല് വെക്കാനുള്ള സ്ഥലം പോലും മുഅ്മിനായി മുഅ്മിനത്തായി ജനിക്കാനും ജീവിക്കാനും തൗഫീഖ് കിട്ടിയിട്ട് മലയാളത്തിൽ ഖുതുബയും മലയാളത്തിൽ വഅദുകളും ക്ലാസുകളും വിജ്ഞാന വേദികളും കേൾക്കാനുള്ള തൗഫീഖ് കിട്ടിയിട്ട് പ്രിയപ്പെട്ടവർ, ഈ ആദർശ കൂട്ടായ്മയുടെ കീഴിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടിയിട്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കാൾ നഷ്ടക്കാർ വേറെ ആരുണ്ട്? അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ആ പെണ്ണുങ്ങളുടെ പ്രത്യേകത ആരിയാത്തുൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളാണ്, എല്ലാം പുറത്ത് കാണാം. ആ രീതിയിലാണ്. പണ്ട് കീറിയ വസ്ത്രം തുന്നലാണെങ്കിൽ ഇന്ന് തുന്നിയ വസ്ത്രം കീറലാണ് കൂടുതൽ എന്നൊരു സുഹൃത്ത് പറയണ്ടായി. തുന്നിയ വസ്ത്രം കീറലാണ് ഇപ്പോഴത്തെ പുതിയ ഫാഷൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ രീതി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അവരും അസ്മാ ബീവി റളിയല്ലാഹു അൻഹയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവർ പങ്കുവച്ചൊരു ആശങ്ക ഇമാം ഹാക്കിം ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഫാത്തിമ ബീവി പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ ഇങ്ങനെ കഫൻ ചെയ്ത് അന്യ പുരുഷന്മാർക്കിടയിൽ ഇങ്ങനെ കൊടുത്ത് വെക്കൂല്. അപ്പൊ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്ത് വെക്കൂല്. അപ്പൊ എന്റെ ശരീരത്തിൽ ആകെ ഉണ്ടാവാത്ത തുണിയാണല്ലോ, ഇതിനെന്താ, ഞാൻ എനിക്ക് മരിച്ചു കഴിഞ്ഞാലും എന്റെ ശരീരത്തിന്റെ ആകൃതി ഒന്നും പുറത്തു കാണാതെ ആ ഒരു പൊതിഞ്ഞത് അവരാരും കാണാതെ എന്തെങ്കിലും ചെയ്യാൻ വല്ലതും വിളിച്ചിട്ടുണ്ടോ? അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞെടുത്തു, ഹബശയിൽ അബസീനയിലൊക്കെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ഒരു ചെറിയൊരു കട്ടിൽ പോലെ ഉണ്ടാക്കി അതിന്റെ മേലെ ഒരു വസ്ത്രം ഇങ്ങനെ പുതക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല വസിയത്തായി പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കഫൻ ചെയ്തതിനു ശേഷം ഒരു പുതപ്പ് കൊണ്ട് ഇങ്ങനെ മൂടണം. സഹോദരിമാരെ, മരണശേഷം പോലും തന്റെ ഔറത്ത് പുറത്തു കാണരുത്, തന്റെ ശരീരം മറ്റൊരു പുരുഷൻ കാണരുത് എന്ന് ചിന്തിച്ച മഹദികളുടെ പിൻഗാമികളായി വന്ന നമ്മുടെ അവസ്ഥ എന്താണ്? ബഖീഉൽ അർഖദിൽ എന്നെ മറമാടുമ്പോൾ രാത്രിയിൽ മറമാടണം എന്നും വസിയത്ത് കൊടുത്തതായി ചില ഗ്രന്ഥങ്ങൾ വായിച്ചതായി ഓർക്കാൻ നമ്മൾ ആലോചിച്ച് നോക്കി. അവരുടെയൊക്കെ ലജ്ജ എത്രയാണ്, അവരുടെയൊക്കെ ആ ഒരു അഭിമാനം, ഔറത്ത് മറക്കണമെന്ന ബോധം എത്രയാണ്. അവിടെയാണ് പാന്റ് ഇട്ട് ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ ഉന്നോദികൾ പുറത്തേക്ക് പ്രദർശിപ്പിച്ച് അന്യപുരുഷന്റെ കാമ കണ്ണുകളെ കൊത്തിവലിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന അപകടം ചെറുതല്ല, അത് വലുതാണ്. ഒരു തെറ്റിന്റെ വ്യാപനത്തിന് കാരണക്കാരിയായി എന്നും സ്വയം ഇസ്ലാമിന്റെ
നിയമത്തെ ലംഘിച്ചവളായിക്കൊണ്ടും നമ്മൾ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവരും. അതുകൊണ്ട് ആ വസ്ത്രധാരണ രംഗത്ത് സഹോദരിമാരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കും. ഇപ്പൊ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുള്ള ഭയങ്കര ഒരു ജ്വരമാണ് കോസ്മെറ്റിക്. നമ്മളെല്ലാം പലപ്പോഴും ഇതൊക്കെ പഠിച്ച ആളുകളുടെ മക്കൾ പോലും ഉണ്ട് കേട്ടോ. ചിന്തിച്ചോളൂ, നമ്മൾ ഈ CREയിലും അതല്ലെങ്കിൽ ഇതിന്റെ രംഗത്തൊക്കെ കുറച്ച് നിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാം. ഇത് അറിഞ്ഞ ആളുകളുടെ മക്കൾ പോലും ആ രീതിയിലാണ്. ബാപ്പാരെ പറഞ്ഞ് കേൾക്കാതായിരിക്കും. എങ്കിലും നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ചുണ്ടിലൊക്കെ ചുവപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ കോട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ലിപ്സ്റ്റിക്കാണ്, പേരൊന്നുമില്ല അല്ലെ. സോഷ്യൽ മീഡിയയില് കോളേജ് കുട്ടികളോട് ഇന്റർവ്യൂ നടത്തുമ്പോൾ കോളേജ് കുട്ടികൾ ബാഗിൽ നിന്ന് എടുക്കുന്നത് എന്താണെന്നൊക്കെ അറിയാം. ഫുള്ള് കോസ്മെറ്റിക് ഐറ്റംസ്. ഒരു പേരെടുത്തത് ഞാൻ കണ്ടിട്ടില്ല. കോളേജിലേക്ക് പോകുന്ന കുട്ടികളുടെ ബാഗിലുള്ളത് എന്താ? പൗഡർ, ലിപ്സ്റ്റിക്, അതേപോലെ തന്നെ പടി കുട്ടികളും അതുപോലെ തന്നെ തേക്കാനുള്ള കുറെ സാധനങ്ങൾ. ഒരു പേര പുറത്തു നിൽക്കുന്നില്ല. ഓരോ വസ്തുക്കൾ സ്പ്രേയും പൗഡറും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ 2023 കോസ്മെറ്റിക് ഐറ്റംസിന്റെ വിൽപ്പനയേക്കാൾ 2022 വിൽപ്പനയേക്കാൾ 23 10 മടങ്ങ് വർധനവുണ്ടായിട്ടെന്നാണ് പറയുന്നത്. സഹോദരിമാരെ, അതിന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ ലഅന കിട്ടിയ വിഷയം. ലഅന പറഞ്ഞാൽ ഹറാമാണ്. ലഅന ചെയ്ത ഏതൊക്കെ കാര്യമുണ്ടോ, ശാപം വന്ന ഏതൊക്കെ കാര്യങ്ങൾ അത് ഹറാമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവർ അകറ്റപ്പെട്ടവരുമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അല്ലെ ആ രീതിയിൽ കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകുന്നുണ്ടെങ്കിൽ ഒരു തടയാൻ പ്രിയപ്പെട്ടവരെ ഒരു ബാധ്യതയാണ്. മുഅ്മിനായ ഉമ്മയുടെ ബാധ്യതയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗം അതുകൂടെ പറഞ്ഞു നിർത്തും. നമ്മുടെ സാമ്പത്തിക രംഗത്ത് അതിൽ സൂക്ഷ്മത ഇല്ലെങ്കിൽ വേറെ പല വിഷയത്തിലും വളരെ ഉഷാറാണ്. താടിയുണ്ട്, അതേപോലെ തന്നെ നല്ല വസ്ത്രധാരണയാണ്, 5 വക്ത് പള്ളിയിലുണ്ട്, എല്ലാ സുന്നത്തുണ്ട്, ഉപയോഗത്തിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷേ സാമ്പത്തികമായി ആ രംഗത്ത് നമുക്കൊരു പിഴവുണ്ടെങ്കിൽ അത് നമ്മളെ പരലോകത്ത് നമ്മളെ ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് ഇങ്ങനെ ആ പള്ളിയിൽ വെച്ച് സ്വഹാബാക്കളോട് ചോദിച്ചു, അദ്ദേഹത്തിന് കടമുണ്ടോ? അപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു 2 ദീനാർ. നബി പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളി, ഞാൻ മാറിക്കാറുണ്ട്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് നബി നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. പിറ്റേ ദിവസം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നബി ചോദിച്ചു, അബൂ ഖത്താദ, ഇന്നലെ നീ ഏറ്റെടുത്ത കടം നീ വീട്ടിയോ? സ്വഹാബി പറഞ്ഞു, റസൂലേ ഇന്നലെ തിരക്കായി, എനിക്ക് പറ്റിയിട്ടില്ല, ഇന്ന് ഞാനത് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം വീണ്ടും അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ഖത്താദ, ആ 2 ദീനാർ നീ എന്ത് ചെയ്തു? നീ വീട്ടിയോ? അപ്പൊ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ഞാനത് വീട്ടിയിട്ടുണ്ട്. നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോഴാണ് നീ ആ മയ്യത്തിന്, ആ ജനാസക്ക് തണുപ്പ് കൊടുത്തത്, അതിന്റെ ശരീരം ചൂടിലായിരുന്നു. സഹോദരങ്ങളെ, കടമുണ്ടെങ്കിൽ, കടബാധ്യതയുമായി നമ്മൾ മരിച്ചുപോയാൽ ശരീരം ചൂടിലായിരിക്കും ഖബറിൽ നിന്നാണ്. നമ്മുടെ മക്കളൊക്കെ ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഉപ്പാന്റെ അനന്തര സ്വത്തൊക്കെ വീതം വെച്ചെടുക്കും. അനന്തര സ്വത്ത് വീതം വെക്കുന്നതിലൊരു തർത്തീബുണ്ട്. ആദ്യം ഉപ്പാന്റെ കടങ്ങളൊക്കെ കൂട്ടണം. ഉപ്പാന്റെ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ളുണ്ട്. ഉപ്പ ചെയ്ത വസീയത്തുകൾക്കുള്ള കാര്യങ്ങൾ മാറ്റി വെക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അനന്തര സ്വത്ത് വീതം വെക്കേണ്ടത്. ഇവിടെ പലപ്പോഴും ഉപ്പാന്റെ കടകൾ മറക്കണം. ഉപ്പാന്റെ കടം വീട്ടാതിരിക്കാൻ. റബീൽ ഒരു കവിതയുണ്ട്. ഒരു മയ്യത്ത് പള്ളിക്കാട്ടിൽ നിന്ന് വിലപിക്കുന്ന ഒരു വാക്കുകൾ, യമുറു അഖാരിബി ജംബാതു ഖബ്രി കഅന്ന അഖാരിബി ലാ യഅരിഫൂനി ദബിൽ മീറാസു യതഖസിമൂന മാലി വമാ യഖ്ലൂന ജഹദു ദുയൂനി വഖദ് അഖദു സിഹാമഹും വആശു ഫയാ ലല്ലാഹി അസ്റഅ മാ നസൂനി. എൻ്റെ ബന്ധുക്കൾ ഇതാ എൻ്റെ ഖബറിനരികിലൂടെ അവർ ഇങ്ങനെ നടന്നു പോകുന്നു. അവരെന്നെ നോക്കുന്നു പോലുമില്ല. ഞാനും അവരും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതുപോലെയാണ് എൻ്റെ ഖബറിനരികിലൂടെ അവർ പോയത്. അവർ അവരുടെ സമ്പത്തൊക്കെ ഓഹരി വെച്ച് വീതം വെച്ചെടുത്തു. എന്റെ കടം വീട്ടാൻ പോലും അവർ തയ്യാറായില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾ കടം വീട്ടുമെന്ന് നമ്മൾ വല്ലാതെ ബോധിക്കണ്ട. നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ കടം വീട്ടാം. അന്യന്റെ മുതൽ നമ്മളെ കയ്യിലുണ്ടോ അത് നമ്മൾ കൊടുത്തിട്ട് പോകണം പോകാൻ. അല്ലെ, വെറുതെ ആവശ്യമില്ലാത്തതിനൊക്കെ കടം വാങ്ങുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു റസൂൽ പറയുന്നത്, നിങ്ങൾ അനിവാര്യമായി കടം കൊടുക്കുമെന്ന നീയത്തോടു കൂടി, വേഗം കൊടുക്കുമെന്ന നീയത്തോടു കൂടിയാണ് നിങ്ങൾ വാങ്ങിയത്. എനിക്ക് പടച്ചവൻ സഹായിക്കും, ഒരു സംശയമില്ല. നേരെ മറിച്ച് വലിപ്പിച്ച് ഇത് കൊടുക്കാനൊന്നും താല്പര്യമില്ല, അതല്ലെങ്കിൽ അങ്ങനെ വാങ്ങി വെക്കുക എന്നല്ലാണ്ട് ഞാൻ അവിടുന്ന് വാങ്ങാം, ഇപ്പൊ ഞാൻ കുറച്ച് അവിടുന്ന് വാങ്ങിയാൽ ഇവിടുന്ന് വാങ്ങാം, അങ്ങനെ അവിടുന്ന് ഒക്കെ വാങ്ങിയിട്ട് അവസാനം വലിയൊരു കടക്കാരനായി അങ്ങനെ മരിച്ചു എന്ന അവസ്ഥ.
ഷഹീദിന് പോലും പുറത്തു കൊടുക്കില്ല എന്നതാണ്. ഷഹീദിന് പോലും കടത്തിന്റെ വിഷയത്തിൽ അള്ളാഹു താക്കീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ എന്തായിരിക്കും? അതുകൊണ്ട് കടം, ബാധ്യതകൾ, അല്ലെ, അതേപോലെ തന്നെ ചില ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട, അല്ലെ, റിബയുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകളാണ്. പലപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകൾ തന്നെ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വീട് വെക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പെങ്ങന്മാരൊക്കെ പടമെന്ന് പറയാൻ ലോൺ എടുത്തോ, അവരൊക്കെ ആദർശം പഠിച്ച ആളുകളാണ്, എന്നാലും പറയാൻ ലോൺ എടുത്തു. ഇത് ഹറാമാണെന്ന് അവർക്കറിയാം. ഇക്കാലത്ത് ലോണൊന്നും എടുക്കാണ്ട് ഒരു പേരെ കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഒരു സുഹൃത്തിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞത്. അദ്ദേഹം പറയാണ്, എന്റെ വീട് 3 മാസം താമസം വൈകിയെന്നുള്ളൂ. 3 മാസം താമസം അഥവാ പണിയെടുക്കാനുള്ളൊരു ഡ്യൂറേഷൻ കുറച്ച് വൈകിയെന്നുള്ളൂ. അൽഹംദുലില്ലാ പലിശ തൊട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാണ്. ഈ പണി വൈകി പോകുമ്പോൾ പൈസക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് പെങ്ങന്മാരൊക്കെ വന്ന് പറഞ്ഞു എന്നാണ്. ഒരു ലോൺ എടുത്താണ്, അല്ലാതെ ഒന്നും നടക്കൂല. അദ്ദേഹം ക്ഷമിച്ച് അവരുടെ വാക്കുകളൊക്കെ കേട്ടപ്പോഴും ക്ഷമിച്ചിരുന്ന് ഒരിക്കലും ആ ഹറാമ് തൊടില്ല എന്ന് തീരുമാനിച്ചു. 3 മാസം കഴിഞ്ഞു അദ്ദേഹം മാന്യമായി ഓടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മള് അള്ളാഹു റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു കതറാക്കിയ ഒരു കാര്യത്തെ നിങ്ങൾ തീരരുത്, ഹറാമ് കൂടെ പോയി എടുക്കാൻ നോക്കരുത്. അള്ളാഹ് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ടുണ്ട് ഒരു വീട് എങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. അത് പലിശയിലൂടെ പോയപ്പോൾ കിട്ടിയതല്ല, അള്ളാഹ് തീരുമാനിച്ചതാണ്. അള്ളാഹ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വീട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? അത് ഹറാമ് കൂടെ പോയി എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറച്ച് കാലം കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതിനെ മധുരം ഉണ്ടാവുള്ളൂ. നമ്മൾ പോയി ദ്രുതഗതിയിൽ എടുക്കാൻ, ഹറാമിലൂടെ പോയി എടുക്കാൻ ശ്രമിക്കുന്നതിലൊക്കെ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും. ഹർബ് പ്രഖ്യാപിച്ചോളി നമുക്ക് പറഞ്ഞത്, അല്ലെ? നിങ്ങൾ പലിശയുമായി ലോണിന് സൈൻ ചെയ്ത ദിവസം മുതൽ വണ്ടി വാങ്ങി അവിടെ ഒപ്പിട്ട് കൊടുത്ത് മാസത്തിൽ ഇത്ര തരാമെന്ന അടവ് നമ്മൾ അങ്ങനെ ഒപ്പിട്ടത് മുതൽ തുടങ്ങിയിട്ടുണ്ട് റബ്ബുമായിട്ടുള്ള യുദ്ധം, അള്ളാഹുമായിട്ടുള്ള യുദ്ധം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരർത്ഥത്തിലും നമ്മുടെ സമ്പത്തിൽ ഒരിക്കലും ഹറാമ് കലരരുത്. എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നുള്ളതല്ല, സമ്പാദിക്കുന്നത് ഏറ്റവും നല്ലതാക്കുക എന്നതാണ്. ഖുലൂബിന ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് കഴിക്കണം എന്ന് പറയുമ്പോൾ അതിനെ മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചു. നല്ലത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യത്തിലൂടെ ഉണ്ടാക്കിയത് കഴിക്കുക. ഹലാലായ സമ്പാദ്യത്തിലൂടെ ഉണ്ടാക്കിയത് കഴിച്ചാലേ അള്ളാഹുവിനോട് സുജൂദിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടാവുള്ളൂ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം കൊടുക്കുക. അതിങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ കണ്ട് സ്വഹാബത്ത് ചോദിക്കാൻ, സഅദേ, എന്ത് അത്ഭുതമാണ്, നീ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഉത്തരം തരുന്നുണ്ടല്ലോ, എന്താ നിന്റെ പ്രത്യേകത? മഹാനായ സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലിന്റെ അടുക്കൽ ഒരിക്കൽ ഞാൻ പോയി ചോദിച്ചു, റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പരിഹരിക്കാനുള്ളത്. പ്രാർത്ഥിക്കുന്നുണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പരിശോധിക്കാം. സഅദ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്ന് പറയുന്നു, റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഅദേ, എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ഞാനൊരു മുസ്തജാബു ദഅവയാവാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരാളാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തിബു മതഅമക്, സഅദേ, തിന്നുന്നത് ഹലാലാക്ക്, തകുൻ മുസ്തജാബു ദഅവ, നിനക്ക് എന്ത് കിട്ടും? നീ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടുന്നതാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം എത്ര ഗൗരവമാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഫഅതു ലുഖ്മതൻ ഇലാ ഫമി ഇല്ലാ വഅന ആലിമുൻ മിൻ ഐന മജീഉഹാ. ഞാൻ എൻ്റെ വായിലേക്ക് വെച്ച ഒരു ഉരുള, പിന്നീട് ഞാൻ എൻ്റെ വായിലേക്ക് വെച്ച ഒരു ഭക്ഷണ തുള്ളി ഉണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെ നിന്നാണ് ഞാൻ അത് ഉണ്ടാക്കിയത്, ഹലാലായ മാർഗത്തിൽ എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഹറാമായ രീതിയിൽ ആളുകളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും, കേടുവന്ന സാധനങ്ങൾ വിറ്റിട്ടും, അതേപോലെ തന്നെ അവരെ വഞ്ചിച്ച് നമ്മൾ കച്ചവടം നടത്തി അതിന്റെ പണം കൊണ്ട് നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മൾക്ക് പുഷ്ടിപ്പുണ്ടാവില്ല, ബറക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം ഏരിയകളൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നിടത്ത് ഒരു മുസ്ലിമാവാൻ ഇപ്പൊ നല്ല പണിയാണ്, സമ്പൂർണ്ണ മുസ്ലിമാവാൻ. കാരണം റീൽസ് എന്ന് പറയുന്ന ഒരു സാധനം, സ്റ്റാറ്റസ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കാണുന്നത് എന്തൊക്കെയാണ്? പാപ്പാനെ തല്ലണ മോനും, മോനെ തല്ലണ പാപ്പി, ഇങ്ങനെ 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 അല്ലെ, എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ ഹാസ്യമാണ്, അതിനാണ് ഇഷ്ടം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മളൊരു ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഖുതുബ കേൾക്കുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സിൽ ഖബറിനെ പറഞ്ഞാലും ഒരു മൈൻഡും ഇല്ലാണ്ടിരിക്കുന്ന, അങ്ങനെ നമുക്ക് തോന്നിപ്പോകുന്നതാണ്. ഖബർ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, എങ്ങനെ ഇരിക്കും? ഖബറിനെ കുറിച്ച് പറയുമ്പോൾ സ്വഹാബത്തിന്റെ ആ സദസ്സിൽ നിന്ന് തേങ്ങുന്ന അട്ടഹാസം കേട്ടിരുന്നു എന്നാ പറയുന്നത്.
പക്ഷെ നമ്മൾ ഖബറിന്റെ ശിക്ഷയും ഖബറൊക്കെ പറയുമ്പോഴും പലപ്പോഴും അത് എന്താണ് അത് മനസ്സുകളിലേക്ക് കൊള്ളാത്തത്. പലപ്പോഴും നമ്മൾ ഹാസ്യത്തെ വല്ലാതെ സ്വീകരിച്ചു. സോഷ്യൽ മീഡിയ ചിരിയുടെ ലോകമാണ്, ചിരിക്കാനാണ് ഇഷ്ടം. പറഞ്ഞില്ലേ, നിങ്ങൾ അധികമായി ചിരിക്കരുത്. അധികമായ ചിരി നിങ്ങളുടെ മനസ്സിനെ ഇല്ലാതെയാക്കും, നശിപ്പിക്കും, പിന്നെ ഈമാൻ ഉണ്ടാവില്ല. അമിതമായ ചിരി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ചുള്ള പേടിയൊക്കെ ഒഴിവാക്കും. നമ്മുടെ കുട്ടികൾക്കിടയിലും നമ്മളെ ഈ ഒരു യൂത്ത് കുറച്ച് പ്രായത്തിലുള്ള കുട്ടികളുടെ ടീനേജ് കുട്ടികളുടെ കൂടെ നിങ്ങൾ കുറച്ചു നേരം പുറത്തിറങ്ങിയെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാവുന്നത് അവരുടെ നാവിൽ നിന്ന് വരുന്നത് ഫുൾ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ചിരിച്ചു പോകും. അവരുടെ കൂടെ നമ്മൾ നടന്നാൽ ചിരിച്ചിരിച്ച് മണ്ണെന്ന് പറയും. ആചാരി വിറ്റുകളാണ് കുട്ടികൾ പറയുന്നത്. ഇതൊക്കെ എവിടുന്ന കിട്ടിയത്? സോഷ്യൽ മീഡിയ റീൽസ്, സ്റ്റോറീസ്, ആളുകൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഫിറ്റായിട്ട് എന്ത് ചെയ്യണം, ഒരു മനപ്പാടാക്കാണ്. പിന്നെ ഈ സമുദായത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് നസീഹത്ത് കൊടുത്തിട്ടുള്ള കാര്യം, മനസ്സിൽ മുഴുവൻ ഹാസ്യമായി അല്ലെ, ഫണ്ണായി നടക്കുക. എല്ലാം തമാശ. നരകം എന്ന് പേരെഴുതിയിട്ട് വിറ്റ് തമാശ എഴുതി വെക്കുക. ഖബറിനെ കുറിച്ച് തമാശ എഴുതി വെക്കുക. അതിനെ കുറിച്ച് തമാശകൾ പറയാം. ഈ സമൂഹം എങ്ങനെയാണ് കുത്തുബയുടെ മിമ്പറിന്റെ താഴെ ഇരുന്ന് നന്നാവുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഹാസ്യത്തിലേക്ക് നമ്മൾ അധികം പോവരുത്. തമാശ വേണ്ടെന്നല്ല, പക്ഷേ അത് അധികരിച്ചാൽ നമ്മുടെ മനസ്സില്ലാതെയായിരിക്കും. അതുകൊണ്ട് ഈ രംഗങ്ങളൊക്കെ സംഗീതമാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും സ്വാധീനിക്കരുത്, കേൾക്കരുത് എന്ന ഒരു തീരുമാനം. മഹാനായ ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടു വിരലും മകന്റെ ചെവിടിൽ തിരികിയിട്ട് ഓടിപ്പിച്ചു എന്നുള്ളതാണ്. ഓടിപ്പിച്ചു. കുറെ അപ്പുറത്തെത്തിയിട്ട് സ്വഹാബി പറഞ്ഞു, ആ മ്യൂസിക്കിന്റെ ശബ്ദം നിന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകന്റെ ചെവിട്ടിൽ പിശാചിന്റെ കുഴലൂത്ത് വരാത്തത് അൽഹംദുലില്ലാ. എന്റെ മകന്റെ ചെവിട്ടിൽ പിശാചിന്റെ കുഴലൂത്ത് വരാത്തതിന്, കേൾക്കാത്തതിന് അൽഹംദുലില്ലാ. നമ്മുടെ മക്കൾക്ക് ടി വി വെച്ചു കൊടുത്ത് പാട്ടും കാർട്ടൂണും അല്ലെ, നിറയെ മ്യൂസിക്കുള്ള കാർട്ടൂണുകളും വെച്ചു കൊടുക്കും, ആനിമേഷന്റെ മുമ്പിൽ കൊണ്ടിരുത്തും, അതിനൊരു ടാബ് വാങ്ങിക്കൊടുക്കും. അവരെ ശല്യം ഒഴിവാക്കാൻ ഉമ്മക്ക് ഫോണ്ട് നോക്കണം, ഉപ്പാക്ക് ഫോണ്ട് നോക്കണം. അപ്പൊ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു പേപ്പർ പോലത്തെ ഒരു ടാബും വാങ്ങിക്കൊടുക്കും, അതിൽ കാർട്ടൂൺ ഇട്ട് കൊടുക്കും. ആ കാർട്ടൂണിലൂടെ കുട്ടികളെ മ്യൂസിക് കേൾക്കും. നമ്മൾ ആരുടെ അനുയായികളാ? ചെവിടിൽ വിരൽ തിരികി മകന്റെ ചെവിട്ടിലേക്ക് ഒരു മ്യൂസിക്കിന്റെ അല്പം പോലും കേറരുതേ എന്ന് തീരുമാനിച്ച സലഫുകളുടെ ഖലഫുകളാണ് നമ്മൾ. ഖലഫുകളാവണം, ഖൽഫുകളാവരുത്. ഖലഫ് എന്ന് പറഞ്ഞാൽ നല്ല തലമുറക്ക് പറയാം, ഖൽഫ് എന്ന് പറഞ്ഞാൽ മോശം തലമുറക്ക് പറയുന്ന പേരാണ്. അതുകൊണ്ട് നമ്മൾ ഖലഫുകളാവണം. സലഫുകളുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. സഹോദരങ്ങളെ, എല്ലാ രംഗത്തേക്കും ഇസ്ലാമിനെ കൊണ്ടുവരാൻ പറ്റണം. കുടുംബത്തിലാണെങ്കിലും ജീവിതത്തിന്റെ വസ്ത്രധാരണയിലും വ്യക്തി ജീവിതത്തിലും ആരാധനയിലും ഒക്കെ അള്ളാഹുവിന്റെ ദീനിനെ പകർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ നിസ്കാരത്തിന് നമ്മൾ എത്ര പേര് വിളിക്കാറുണ്ട്? നമ്മുടെ ഭാര്യയെ ഇസ്ലാമിക സദസ്സിലേക്ക് നമ്മൾ എത്ര പേര് കൊണ്ടുവരാറുണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാർ ഓരോരുത്തരായി പള്ളിയിലേക്ക് കടന്നു വന്ന് ഇഅ്തികാഫിരുന്നവർ, അവർ ചില സ്വഹാബി വനിതകൾ പറയുന്നുണ്ട്, റസൂലിന്റെ ഖുത്ബ കേട്ടിട്ടാണ് സൂറത്ത് ഹൂദ് ഞാൻ ഹിഫ്ളാക്കിയതെന്നാണ്. റസൂലിന്റെ ഖുത്ബ കേട്ടിട്ട് ഒരു സൂറത്ത് ഹിഫ്ളാക്കിയ ഒരു സ്വഹാബി വനിതയുടെ ചരിത്രം ഈ അടുത്ത് വായിക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെൺകുട്ടികൾ ദീനി സദസ്സിൽ, സിയാറുകളിൽ, QHSകളിൽ, ഖുർആൻ ക്ലാസുകളിലും ഖുത്ബക്കും അവരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് തസ്കിയത്ത് ഉണ്ടാവും, അവർ നന്നാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഒരു തലമുറയാവാൻ നമുക്ക് പറ്റണം. വീട്ടിന്റെ പുറത്തു പോയി കൊട്ടാരം കണ്ടാൽ, വലിയ വലിയ ഭൗതിക സൗകര്യങ്ങൾ കണ്ടാൽ അദ്ദേഹം ഓടി വീട്ടിലേക്ക് കയറി വരുമെന്നാണ് തഫ്സീറിൽ കാണാൻ കഴിയും ചരിത്രം. ഓടി വീട്ടിലേക്ക് കയറി വരും. എന്നിട്ട് റളിയല്ലാഹു മക്കളെ തട്ടി വിളിച്ചിട്ട് ഒരായത്ത് അവിടെ നിന്ന് ഓതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഖുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നിന്റെ കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കണം. ആ നിസ്കാരം കൽപ്പിക്കുമ്പോൾ പെട്ടെന്നൊന്നും അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. നല്ല ക്ഷമ ആ രംഗത്ത് കൈക്കൊള്ളണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇസ്ലാമിനെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഏത് സമയത്താണെങ്കിലും നമ്മൾ ഈ ലോകത്തോട് വിട പറയും. ആ വിട പറയുന്ന സമയത്ത് നമുക്കുള്ളത് നമ്മുടെ ഖബറാണ്. ആ ഖബറിന്റെ ലോകത്ത് നമുക്കുള്ളത് നമ്മൾ സമ്പാദിച്ച നന്മകളാണ്. നമ്മൾ വിട്ടുപോകുന്ന നമ്മുടെ നല്ല നല്ല മക്കളാണ്. നല്ല നല്ല സ്വതക്കകളും ജാരിയായ കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിത വിശുദ്ധിയിലേക്കും ജീവിതത്തിന്റെ
ക്രിയാത്മകമായ രീതിയിൽ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സർവ്വ തൗഫീഖും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ദീനീ രംഗത്ത് സജീവരായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, എല്ലാവരുടെ ഖബറുകളും അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.